ആയിരിക്കുന്ന ഈ രാത്രിയിൽ ബഹുമാന്യനും ആദരണീയമായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ അനീഷ് കാവാലം ഇവിടെ മുന്നമേ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ വളരെയധികം പ്രതീക്ഷയോടാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്നത്. അദ്ദേഹത്തിന് 7:30 ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അല്പം മുന്നോട്ട് പോയി. എങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഇന്ന് രാത്രികാലം ദൈവത്തിന് കേൾവിക്കായിട്ട് നമ്മുടെ കാതുകളെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയ നിലങ്ങളെ വെടിപ്പാക്കിക്കൊണ്ട് വീഴുന്ന വിത്തുകൾ 30, 60, 100 മീനിയായി വിളയുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കാം. ബഹുമാനി കർത്താവിദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ക്ഷണിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി ഏവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവവചനം വായിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവര് മൈക്കിൽ കൂടെ വായിക്കുന്നതായിരിക്കും ഉചിതം. വേദപുസ്തകം എന്നും വായിക്കുന്നവരും അല്ലെങ്കിൽ ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർ വേണം ഇത് വായിച്ചു തരാൻ. പലപ്പോഴും വായിക്കുന്നവരും സഹായത്തിന് മാത്രം വായിക്കുന്നവരും പേടി കിട്ടുമ്പം എടുത്ത് വായിക്കുന്നവരൊന്നും വായിച്ചു തരരുത്, തെറ്റു. ഇത് എന്നും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഒരാള് മൈക്കിൽ കൂടെ പറയുന്ന വാക്യം വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്ത് ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യമായിട്ട് വായിക്കാം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. മതി. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ആശീർവദിക്കണം. യോഗാരംഭം മുതൽ ഈ സമയം വരെയും അവിടുത്തെ തിരുകൃപ ചൊരിഞ്ഞതിനാൽ സ്തോത്രം. തുടർന്നും തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് വിശേഷ കൃപ നൽകണം. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഏവർക്കും ദൈവം കൃപ ചെയ്തല്ലോ. ഗായക സംഘത്തെ അതിനായി ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകണം. അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള ദൈവകൃപ എളിയവന്റെ മേലും പകരണം. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കൺവെൻഷന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട സാറ്, അതുപോലെ തന്നെ ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാനരായ ദൈവഭൃത്യന്മാർ, ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ സഹപഠന്മാരായ കർത്തഭൃത്യന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഈ പന്തലിൽ പ്രാർത്ഥനയോട് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, കർത്താവിൻ്റെ ദാസിദാസന്മാർ എല്ലാവരും, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരൻ, ചുമതലപ്പെട്ടവർ, ഇവിടെ വെളിയിലും പല പ്രിയപ്പെട്ടവരും നിന്ന് വചനം കേൾക്കുന്നു. ഇവിടെ കസേരയുണ്ട്, നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഇടയ്ക്ക് പോകാനുള്ള പുറപ്പാടാണെങ്കിൽ വരികയും വേണ്ട. ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കാനാണെങ്കിൽ മുൻപോട്ടും വരാം. അവർക്ക് ഒക്കുന്നതിന് ഒരു വരും.
നമ്മളവിടിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കസേര ക്രമീകരിച്ചിരിക്കുന്നത്. മുൻപോട്ട് വന്ന് വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന ഇവിടെ വന്നിരുന്ന് അവിടെ വചനം കേൾക്കണമെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാനാണ് പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് ഇതിനടുത്ത് വണ്ടൂരാണ് കൺവെൻഷന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 ദിവസം ഈ ഏരിയയിലുണ്ട്. കർത്താവും പറഞ്ഞതുപോലെ ഇന്ന് നാളെ മറ്റന്നാൾ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്ക് മൈക്കൊരു സുഖം വരുന്നില്ല. അതിനെന്താ എന്നാ മോനെ ഇന്നലെ ഇങ്ങനെ ആയിരുന്നു? അല്ല, മൈക്കിൻ്റെ എല്ലാവർക്കും ഇത് അതുകൂടി ഇങ്ങോട്ട് ഇന്ന് ചായച്ചു വെക്കുകയാണ്. നോക്കാം, ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പോൾ ഇത് നോക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. ഈ രാത്രിയില് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘദൂരം ഇവിടെ പ്രാർത്ഥിച്ച് ഓർപ്പിച്ചതുപോലെ യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ഇവിടെ എത്തുവാൻ ദൈവം കൃപ നൽകി. യാത്ര തിരിച്ചതനുസരിച്ച് ഒരു 8 മണിക്ക് എത്തുവാൻ സാധ്യതയുള്ളായിരുന്നാൽ വലിയ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാൽ ക്ഷേമത്തോടെ നേരത്തെ എത്തി. ഇന്ന് രാത്രിയില് അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനം ധ്യാനിക്കണം. അവിടെ അനുവദിക്കുന്ന പക്ഷം നാളെയും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. പരിചിതരായ പലരും ഇതിനകത്തുണ്ട്. അവരുടെ എല്ലാം പേര് പറയാൻ തുടങ്ങിയാൽ ചിലത് പെട്ടെന്ന് ഓർത്ത് പറയും, ചിലത് മറന്നു പോകും. പിന്നെ യോഗം കഴിയും പറയുന്ന എൻ്റെ പേര് പറയാത്തെന്ന് ചോദിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വന്ദനം. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ചിന്തിക്കാൻ ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. കൽപ്പിക്കുന്നത് ചെയ്യുക. കൽപ്പിക്കുന്നത് ചെയ്താൽ എന്ത് സംഭവിക്കും? അതാണ് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഇന്ന് നാളെയുമായിട്ട് ചിന്തിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. കൽപ്പിക്കുന്നത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ദൈവകൽപ്പന. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. അതിന്റെ പ്രാരംഭവാക്യം മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വാക്യങ്ങളും സംഭവങ്ങളും വളരെ മനപാഠമാണ്. ഈ രാത്രിയില് ശാന്തമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കഴിഞ്ഞ രാത്രികളില് അവിടുത്തെ ദാസിദാസന്മാരെയൊക്കെ ദൈവം വിശക്തമായിട്ട് ഉപയോഗിച്ചു. അതോർത്ത് ദൈവത്തിന് മഹത്വം. വരുന്ന ദിവസങ്ങളിൽ വരുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഈ കൂട്ടായ്മകളെ, ഇവിടെയുള്ള ദൈവമക്കൾ, വിവിധ സഭകൾ, കർത്തദാസന്മാർ, ശുശ്രൂഷകൾ എല്ലാം ദൈവം അനുഗ്രഹമായി നടത്തട്ടെ. ഈ രാത്രിയിൽ അല്പസമയങ്ങൾ നമുക്ക് വചനത്തിന്റെ ചുറ്റാകെ ഇരിക്കാം. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം വചനത്തിലും ഉപദേശത്തിലും ആത്മീയ കൂട്ടായ്മകളിലും ഒക്കെ വളരെ പരിജ്ഞാനവും അറിവും പ്രാവീണ്യവും ഒക്കെ നേടിയിട്ടുള്ളവരാണെന്ന് അറിയാം. ഇന്ന് രാത്രി ആ വിധത്തിൽ അറിയാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തി ഇന്ന് രാത്രിയിൽ ആ നിലയിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ സുവിശേഷ യോഗത്തിന്റെ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ കൂടുവാൻ അവസരം ദൈവം തന്നതിനാലും ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്താ വായിച്ചു. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങള് സുവിശേഷത്തെ പറ്റി ഓർപ്പിക്കുന്നത് ഉചിതമാണ്.
മിക്ക സമയങ്ങളിലും സുവിശേഷ യോഗങ്ങൾ നടക്കുന്നെങ്കിലും സുവിശേഷത്തെ പറ്റി അധികം മിക്കവരും പറയാറില്ല. അവൾ ഇന്ന് രാത്രി ലളിതമായിട്ട് വളരെ ശാന്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാം. അതിനുശേഷം സമയം ലഭിച്ചാൽ എടുത്ത വാക്യത്തിനെ അടിസ്ഥാനമാക്കി പ്രസംഗിക്കും. അതൊത്തില്ലെങ്കിൽ നാളെ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കും. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. ഇവിടെ വായിച്ചത് 2-ാം അധ്യായം 5-ാം വാക്യമാണ്, യോഹന്നാന്റെ സുവിശേഷം. നമുക്കറിയാം സത്യവേദ പുസ്തകത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ, ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ്. 2 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം തരംതിരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും. ഇത് മുഴുവൻ നിയമമാണ്. പക്ഷേ ഇത് വായിക്കുകയും എടുക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പലരും നിയമം തെറ്റിക്കുന്നുമുണ്ട്. ഇത് നിയമമായതുകൊണ്ട് കൂടുതൽ നിയമം പാലിക്കേണ്ടത് നമ്മളാണ്. ഞാനെപ്പോഴും പറയും, 2 പേര് പോകേണ്ട വണ്ടിയെ 5 പേരാണ് പോകുന്നത് 2 വീലറിൽ. കയ്യിലിരിക്കുന്നത് ഈ പുസ്തകവും 5 പേരുടെയും കയ്യിലുണ്ട് ഈ പുസ്തകം. ഇതിന്റെ വ്യവസ്ഥ ഇതാ, നിയമം, പഴയ നിയമവും. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ പുതിയ ഇത് വെച്ചോണ്ടാ 2 വീലുള്ള വണ്ടിയില് 5 പേര് പോകുന്നത്. പിന്നെ പലരും മര്യാദക്കാരായതുകൊണ്ട് തന്നെയല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഈ ഏരിയയിലൊക്കെ മിക്കവരും ഹെൽമെറ്റ് വെക്കുന്നില്ല. മിക്കവരും തന്നെയല്ല 3-4 പേരൊക്കെയാ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എവിടെ സ്ഥലം അറിയത്തില്ല, വണ്ടി മുന്നിൽ ഫ്രീ ആയിട്ട് കിടന്നപ്പോ കയറി വന്നു. അപ്പോൾ 2 പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങോട്ട് കയറി പോന്നപ്പോൾ അവര് എങ്ങോട്ട് പോവാന്ന് ഞങ്ങളോട്. ഞാൻ പറഞ്ഞു യോഗത്തിന് പോവാം, കേട്ട് കാണുകയല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം ഇവർക്ക് 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. എങ്ങനെയുണ്ട്? നമ്മൾ മര്യാദയ്ക്ക് പോരുക. അപ്പം നിയമം തെറ്റിച്ചു പോകുന്നവരാ, നിയമപ്രകാരം പോകുന്നവരെ ഷൗട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ലോകമാണ്. അല്ല, ആത്മീകത്തിലും അതൊക്കെ തന്നെ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തവനാ വാസ ഒഴിക്കുന്നത്. ആരോട് ചോദിച്ചു കേട്ടോ ഉപവാസ പ്രാർത്ഥന? ഇവൻ ഇന്ന് വരെ ഉപവസിച്ചിട്ടില്ല. ഇല്ല. എന്നാലും അവൻ അറിയണം ഇത് കമ്മിറ്റിയിൽ പറഞ്ഞതാണോ ഇല്ലേ? പാസ്റ്റർ വായിച്ചു പഠിക്കും ഇല്ലേ? ചോദിക്കല്ലേ. പിന്നെ ഇന്ന് വരെ ഇവൻ ഉപവസിച്ചിട്ടുമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുമില്ല. എന്നാലും അവൻ അറിയണം ഇത് കമ്മിറ്റി. ഇങ്ങനെയുള്ള ധാരാളം വിദ്വാൻമാരുണ്ട്. ബൈബിളിലെ ഭാഷയാണ് വിദ്വാൻ. അവരിൽ ഒരു വിദ്വാൻ. അതുകൊണ്ടാണ് ബിബിളിക്കലായിട്ട് തന്നെ പോട്ടെ. അപ്പൊ എന്തായാലും ഈ വിലപ്പെട്ട പുസ്തകം സത്യവേദ പുസ്തകം 2 ഭാഗം. അതില് പഴയ നിയമം നമുക്കറിയാം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. ആ 27 പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. നമുക്കറിയാം ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകത്തെ തന്നെ 2ആയിട്ട് തിരിച്ചു പഠിക്കാറുണ്ട്. ഒന്ന്, 4 പുസ്തകം ഒരാളുടെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാൻ, 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5ാമത്തെ പുസ്തകം ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമസഭ എന്ന് പറയുമ്പോൾ പലർക്കും തെറ്റിദ്ധാരണയാണ്. കത്തോലിക്ക സഭയുടെ കാര്യമല്ല, യാക്കോബായുടെ കാര്യവുമല്ല, ഓർത്തഡോക്സിന്റെ കാര്യവുമല്ല, മാർത്തോമക്കാരുടെ കാര്യവുമല്ല, പെന്തിക്കോസുകാരുടെ കാര്യവുമല്ല ആദിമസഭ എന്നീ പറഞ്ഞത്. ബ്രദറുകാരുടെ കാര്യവുമല്ല. ഇതൊക്കെ പിന്നീട് ഉണ്ടായതാ. അപ്പൊ ചോദിക്കും ഇവാഞ്ചലിക്കലാണോ? അത് അടുത്ത കാലത്തല്ലേ. CMS, CSI, സാൽവേഷൻ ആർമി, ഇങ്ങനെയുള്ള ഒരു സഭയുടെയും കാര്യമല്ല. ഇന്ന് ഈ കാണുന്ന യാതൊരു സഭകളുടെ കാര്യമല്ല. അപ്പോസ്തല പ്രവൃത്തി പറയുന്ന സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ പറഞ്ഞതെല്ലാം അങ്ങനെ അല്ല. ഈ പറഞ്ഞെടുത്തെല്ലാം ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. ഇതിനകത്ത് ജനിച്ചത് കൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ.
ചിലര് സ്ഥലം കൊടുത്തത് കൊണ്ട് അവരെങ്ങും പോകുന്നില്ല. ഞങ്ങളുടെ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്ത് ആ പള്ളി ഇരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചുമക്കളെല്ലാം അവിടെ പണി ഇരിക്കുന്നതേ ഉള്ളൂ, അല്ല രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. അല്ലെന്ന് ചില പറയത്തില്ല, എൻ്റെ ഗ്രാൻഡ് ഫാദറാ ഇത് തുടങ്ങിയത്, അതുകൊണ്ട് അവനും അവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ ഇവൻ ദൈവമായിട്ടൊരു ബന്ധമൊന്നും വലിയ കെയർ ഓഫിൽ. ചില പറയത്തില്ല, ഞങ്ങളുടെ ഉപ്പാപ്പനായി ഇപ്പോഴത്തെ പ്രസിഡന്റ്, അപ്പൊ അവനും അതിന്റെ കെയർ ഓഫിൽ. അല്ലാതെ ഈ സഭയ്ക്കകത്തിരിക്കുന്ന എല്ലാം ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. ആ നോട്ടം ഇരിപ്പം കാണുമ്പോൾ അറിയാം. രക്ഷിക്കപ്പെട്ടവനെ കണ്ടാലും അറിയാം, രക്ഷിക്കപ്പെടാത്തവനെ കണ്ടാലും അറിയാം. ഇല്ല, അറിയാം. യോഗത്തിന് വന്നാലും അറിയാം. നമ്മൾ ചോദിക്കുന്ന ഉണ്ടായിരുന്നോ എന്നാ, എന്നെ പറയും ഞാൻ പുറകിലുണ്ടായിരുന്നു. ഓ, എപ്പോഴാ പോയത്? എല്ലാം തീർന്നിട്ടാ പോയത്, പക്ഷെ അറിഞ്ഞില്ല വന്നത്. നമ്മൾ ചോദിക്കുക രമാമ ഉണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, പാസ്റ്റർ കാണാനിട്ട ഇടയ്ക്കിരിക്കുക. ചിലപ്പോൾ ചോദിക്കല്ലേ അച്ഛനുണ്ടായിരുന്നു, ഞാൻ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ ശരിക്ക് രക്ഷിക്കപ്പെട്ടവനോട് ഇങ്ങനൊന്നും ചോദിക്കണ്ട. അവ പിറകിലിരുന്നാലും ഇടയ്ക്കിരുന്നാലും സൈഡിലിരുന്നാലും വന്നാൽ അറിയും. അവന്റെ ആ ഇരിപ്പും ഭാവവും നോട്ടവും സംസാരവും രീതിയും പ്രകൃതിയും ഒക്കെ കാണുമ്പോൾ അറിയാം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. നല്ല ചരിത്രമാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രം. നമ്മുടെ ഒന്നും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ വീട്ടുകാരുടെ ചരിത്രവും നമ്മുടെ ചരിത്രവും അപ്പൻ്റെ കുടുംബത്തിന്റെ ചരിത്രവും അമ്മയുടെ ഒന്നും അധികം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഇച്ചിരി കാശ് ചുറ്റുപാടുമൊക്കെ കിട്ടിയപ്പോൾ വീടുമൊക്കെ വെച്ച് മതിലുമൊക്കെ കെട്ടി ആ പെയിന്റുമൊക്കെ അടിച്ച് പഴയ പരിവൊക്കെ ഇടയ്ക്ക് മാറിയെന്നുള്ളൂ. ഒത്തിരി പുറകോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. പണ്ട് ഈ വിധത്തിലൊക്കെ ചില നന്മ കിട്ടിയവന് കാശുമൊക്കെ ആയപ്പോൾ അങ്ങനെ ആണല്ലോ നമ്മുടെ ഇടയിൽ. കാശ് കണ്ടമാനമുള്ളവന് ആ സാക്ഷി, കാശില്ലാത്തവന് സാക്ഷി. അവന് കാശുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ ആദ്യത്തെ പ്രസംഗനാക്കും. ഇപ്പം ചില സഭകളിലൊക്കെ കാശ് കൊടുത്താൽ അവർ പ്രസംഗിക്കാനും ഡേറ്റ് കൊടുക്കും. കാശ് കൊടുക്കണം, നിങ്ങൾ കൊടുത്താലും കിട്ടും, ഒന്നും പറയുമൊന്നും വേണ്ട. കാരണം വല്ല ജാതി കൺവെൻഷൻ നടത്തി വിജയമാക്കണം, അതിന് കാശ് കൊടുത്താൽ മതി. നമ്മളെന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കുമൊന്നും വേണ്ട. നല്ല ദൈവകൃപയുള്ള ശുശ്രൂഷയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർ ദൈവദാസന്മാർ ഇവിടെ ഉണ്ടല്ലോ, കേരളത്തിലില്ലേ എത്രയോ പേര്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് അവരെ കുറ്റം പറയുമൊന്നുമല്ല, അല്ലെ മറ്റു രാജ്യത്തിൽ നിന്ന്. മറ്റു രാജ്യം വേണ്ടി ഇവിടെ തന്നെ കാശുള്ളപ്പം വന്നേ അവനെ ആശീർവാദം കൊടുക്കും. വേവിച്ചാൻ ആശീർവാദം പറഞ്ഞു. പണ്ടൊരുത്തിനൊക്കെ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ആശീർവാദം. പുള്ളിക്ക് അതേ അറിയാവൂ. ഉടനെ പറഞ്ഞു ചൊവ്വിന് ആശീർവാദം പറഞ്ഞു. ചൊവ്വിന് ആശീർവാദം. പുള്ളിക്ക് കാലുണ്ടെന്നേ ഉള്ളൂ, ഇതെങ്ങനെയാണെന്നും അറിയാൻ മേലെ. അപ്പൊ അങ്ങനത്തെ ഒരു കാലവും അന്തരീക്ഷമൊക്കെ ആയി വന്നിരിക്കുക. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, നല്ല ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കുന്ന ചരിത്രമാണ്. ഈ ചരിത്രത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. കേൾക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകും. ഈ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂതബാധയുള്ളവരുടെ ഭൂതം വിട്ടുപോകും. ഏത് മാറാ രോഗികളും സൗഖ്യമാണ്. മാത്രമാണോ മനുഷ്യന് സമാധാനവും ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതായി ചരിത്രത്തിന്റെ വിശേഷത. എനിക്ക് ഈ മൈക്ക് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്നാ, മോന്റെ കുറ്റമല്ല, എന്തുവാ പറയാം. നാളെ നമുക്ക് റെഡിയാക്കി തരണം, ഇല്ലെങ്കിൽ പരിവക്കേടാം. എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നത് കൊണ്ട് അറിയാം, ഇതിന്റെ ചെയ്യാനറിയാൻ മേലെന്നേ. ഇപ്പം അതെന്തുവാന്ന് എനിക്ക് പറയാനും അറിയാനും മേലെ. നാളെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി തരണം കേട്ടോ. ആരാ എന്തേലും വേണ്ട. ഇന്നിപ്പോ ഒരു ദിവസം പശുവിനെ വഴി കെട്ടാണ്. അപ്പൊ ഇന്ന് രാത്രിയിലെ ശ്രദ്ധിക്കുക. ഒരു എന്തുവാ എന്നാ മോനെ പറയുന്നത്, എനിക്ക് പറയാനും അറിയാം. അതാ ഒരു ചലമ്പിച്ച് നിൽക്കുന്നത് പോലെ. ഇവിടെ അല്ല ഈ മേടുള്ള പശുവിനെ കയറ് മാറ്റി കെട്ടിയ കാര്യം നടക്കും.
അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ചെറിയ നോക്കാം, നമുക്ക് ഇന്ന് നോക്കാം, എന്നിട്ട് നാളെ യേശുക്രിസ്തുവിന്റെ ചരിത്രം വളരെ നല്ല ചരിത്രമാണ്, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രമാണ്. അപ്പൊ ആദ്യത്തെ 4 പുസ്തകം, 5 പുസ്തകം ചരിത്ര പുസ്തകം, 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. അങ്ങനെ കൊടുത്തിരിക്കുന്നത് 4 പേരും സുവിശേഷ പുസ്തകം എഴുതി. മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അങ്ങനെ എഴുതിയേക്കുന്നത് ആ യോഹന്നാന്റെ സുവിശേഷ പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായത്തിന്റെ ഏറ്റവും വലിയ തലക്കെട്ട്, വാക്യമല്ല തലക്കെട്ട്, എന്തുവാ എഴുതിയേക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം മതി. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രകൃതിയെ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നൊന്ന് ചിന്തിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനിനി പറയാൻ പോകുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ പലരും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ ഒക്കുന്നുണ്ടോ എന്ന്. ഇനി തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ പറയണം അങ്ങനല്ലായിരുന്നു അത് പറയേണ്ടത്. അതിനൊക്കെ നിങ്ങൾക്ക് കഴിവുള്ളവരാണ്. ഇതുകൂടെ ചേർക്കുകയായിരുന്നേ കുറച്ചുകൂടെ നല്ലതാണ്. പണ്ട് ഒരു സഭയിൽ ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ അവിടെ എല്ലാം ഒത്തിരി മൂപ്പന്മാരുള്ള സഭയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ പറയുക. അപ്പോൾ പുള്ളി ഒരു 4 പോയിന്റ് പറഞ്ഞ് പ്രസംഗിച്ചു. നല്ല പ്രസംഗമാണ്. ഒടുവിൽ പറഞ്ഞു, നമ്മുടെ പാപ്പച്ചായനെ പ്രാർത്ഥിച്ച് ഇപ്പം യോഗ അവസാനിപ്പിക്കുമ്പോൾ പാപ്പച്ചായൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ വിലയേറിയ ദാസനെ കൊണ്ടുവന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ. അതിൽ 4 പോയിന്റ് അദ്ദേഹം പറഞ്ഞു. ശേഷം ഒരു 3 പോയിന്റ് കൂടെ ഉണ്ട്, അദ്ദേഹം പറഞ്ഞില്ല. വിട്ടുപോയ 3 പോയിന്റ് ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് മിടുക്കരാ കേൾക്കുന്നവർ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ പ്രാർത്ഥിക്കുന്ന ആള് ചിലപ്പോൾ മിക്കവാറും അങ്ങനെയും കൂടെ പ്രാർത്ഥിക്കാൻ സാധ്യത ഉള്ളത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല അറിവും തിട്ടവുമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഉദ്ദേശിച്ചല്ല, അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചാൽ ഈ പ്രാരംഭ സമയം എടുക്കുന്നത്. അപ്പോൾ സുവിശേഷം ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷം? എന്തായി സുവിശേഷം? നമ്മള് ചില ആൾക്കാർ പറഞ്ഞ സുവിശേഷം മതമാണ്. മതമല്ല സുവിശേഷം. ഇതൊരു മതമാണ് അതിൽ പറയുന്നത്. സുവിശേഷം മതമല്ല. വേറെ ആൾക്കാര് പറയുന്നത് സുവിശേഷം സഭയാ. സഭ അല്ല, സുവിശേഷം സഭയല്ല. വേറെ ചില ആൾക്കാര് സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം അവര് പറയുന്നത് എന്തുവാണ്, 3-4 ദിവസമായിട്ട് കിടന്ന് ബഹളം ഒച്ചപ്പാടുക, ഒന്നും പിടികിട്ടുന്നുമില്ല. സന്ധ്യ ആകുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരും, കിടന്ന് അലപ്പാ. ഓരോരുത്തരുടെ ധാരണയാണ്. സുവിശേഷം മതവുമല്ല, സഭയല്ല, അലപ്പറ ഉണ്ടാക്കുന്നതുമല്ല, പ്രത്യേക ശാസ്ത്രവുമല്ല. സുവിശേഷം തത്വസംഹിതകൾ നിരത്തുന്നതുമല്ല. നമ്മുടെ കഴിവും സാമർഥ്യവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരവുമല്ല. നിങ്ങൾക്കറിയാം എന്താ സുവിശേഷം? നമുക്കറിയാം സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. അറിവുള്ള വാക്യമായെങ്കിലും ബഹുമാന്യ കർത്തദാസൻ വായിച്ചു സഹായിച്ചു. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം അത് എടുത്തു വെച്ചിരിക്കാൻ നല്ല തിട്ടമുള്ളത് കൊണ്ടാണ്. വായിച്ചു സഹായിച്ചാട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷം യേശുക്രിസ്തുവാണ്. നിങ്ങളോട് ആരെങ്കിലും അറിയാത്തവരോട് വന്ന് എന്തുവാ ഇത് സുവിശേഷം, എന്തുവാ സുവിശേഷം? ആ സുവിശേഷം ഒത്തിരി ലൈറ്റും ഒക്കെ ഉണ്ട്. പാട്ടുകാരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. താഴെ നിൽക്കാത്തൊരു ഉപദേശിയാണ് പ്രസംഗിച്ചത്. കുറെ പെണ്ണുങ്ങളെ തള്ളിയിട്ട് കുറെ എണ്ണം ഉരുണ്ട് വീണു, കുറെ എണ്ണം തന്നെ വീണു, കുറെ എണ്ണം വീണാൻ ഇങ്ങനെ ഓങ്ങി. വലിയ ബ്ലോക്കായിരുന്നു വഴി മുഴുവൻ. അവസാനം ഭക്ഷണവും തികഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം ചെല്ല് പറയുന്നത്. അതല്ല സുവിശേഷം. ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് ഉറപ്പിച്ചു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട്, നിർത്തിയില്ല, മരിച്ചിട്ടെന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ശുഭം അങ്ങനല്ല കൊടുത്തേക്കുന്നത്.
ഇവിടെ വന്ന പല ആൾക്കാരും ജനിച്ചു മരിച്ചു ശുഭം അങ്ങനെ എഴുതി അവസാനിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി ശുഭം എന്നല്ല, ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അതാണ് യേശു ക്രിസ്തു. ജനിച്ച് മരിച്ച് ഉയർത്ത ക്രിസ്തു, അതാ സുവിശേഷം. ഇനി ഒന്നുകൂടെ സുവിശേഷം എന്തുവാണ് കുറച്ചുകൂടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ വായിച്ചു. നമുക്കറിവുള്ള വാക്യമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത്. എന്തുവായി സുവിശേഷം അല്പം കൂടെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. നിർത്തിയില്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തു. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, ഉയർപ്പ്, അതാ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും അവിടുത്തെ ഉയർപ്പ്, ഇതാ സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. സുവിശേഷം നല്ല വർത്തമാനം, നല്ല വാർത്ത, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്തയാണ്. അതായത് നല്ല വാർത്തയാണെന്ന് പറയാൻ കാര്യം മറ്റു വാർത്തകളൊന്നും നല്ലതല്ല. ആണോ? ഈ കേൾക്കുന്ന വാർത്തകളൊന്നും നല്ലതല്ല. നമ്മളെ സ്വൈര്യം കെടുത്തുന്ന, ഭീതി ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന, നമുക്ക് വെപ്രാളം ഉണ്ടാക്കുന്ന, ഭീതി ഉളവാക്കുന്ന വാർത്തകൾ ഓരോ ദിവസം കേൾക്കുകയും ദൃശ്യം മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഇന്ന് രാവിലെ പേപ്പറിൽ കണ്ടൊരു വാർത്ത ഇല്ലേ, 3 പിള്ളേരെ എടുത്ത് ആടിച്ചാത്തു. എന്തോ ഗെയിമോ അല്ലേ? ഇനിയിപ്പം പ്രായമുള്ളതും ചാകും, എല്ലാം കുത്തിയിരുന്ന് നോക്കുകയോ. കൊച്ചുങ്ങൾ മാത്രമല്ല, കണ്ണുങ്ങളെ കാണാൻ മേലും തള്ളയിരുന്ന് ഞോണ്ടുക, ചാകും, മിക്കവാറും ചാകും. ഇവിടെ കൊടുക്കുന്ന പിള്ളേർ മാത്രമാണ്. അടുത്ത കാലത്ത് ഒരു ഉപദേശി പ്രായമുള്ളയാളാണ്, ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്നോട് വന്ന് പറഞ്ഞു, മറ്റേ കാര്യം എന്തുവായി? ഞാൻ പറഞ്ഞു, ഏത് കാര്യം? മറ്റേ കാര്യം. അല്ല പുള്ളി ആണെന്ന് ഈ മൊബൈല് ചെറുതായതുകൊണ്ട് കാണാൻ എങ്ങനെയുണ്ട്, നടക്കാൻ പോലും ആവതില്ല. അതിലെ പിടിച്ചോണ്ടാ എന്നോട് പറഞ്ഞു, പിടിവിട്ട അയാൾ താഴെ വീഴും. എന്നിട്ടും പറയും ഇത് ചെറുതായതുകൊണ്ടൊന്നും. അപ്പൊ ഞാൻ ഇനി മൊബൈൽ മേടിച്ചു കൊടുക്കണം പുള്ളിക്ക് കാണാൻ. അപ്പൊ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും നല്ല വാർത്തകളല്ല. ഭാര്യ നൊന്ത് പ്രസവിച്ച പിള്ളേരെ ഭർത്താവിനെ ഇട്ടേച്ച് മൊബൈലിൽ കൂടി പരിചയപ്പെട്ടവന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി. നല്ല വാർത്തയാണോ? അല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, അവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അതായിരിക്കും. എന്റെ കാര്യമോ ഇങ്ങനെ ആയി. അല്ല, മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങ് തോന്നുക. നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെയും ഭർത്താവിനെ ഇട്ടേച്ച് മൊബൈലിൽ പരിചയപ്പെട്ടവന്റെ കൂടെ പോയെന്ന്. വേറൊരുത്തി പോയി ഒരു 6 മാസം കറങ്ങിയ ചിന്തിരിച്ചു വന്നു. നമുക്ക് മനസ്സിലായി ഇത്രയുള്ളന്ന്. പിന്നെ അവനൊരു പാവത്താനായതുകൊണ്ട് വീണ്ടും കൊച്ചുങ്ങളെയൊക്കെ ഓർത്ത് രണ്ടുപേരും പോന്ന് ജീവിക്കാനും പറഞ്ഞു, നീ സഹിക്കുക, സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ട്. ഈ വയ്യാവേലിനെ കൂടെ പിന്നെ എല്ലാവർക്കും ഭാര്യയും പിള്ളേരെയും നിർദാക്ഷിണ്യം വെട്ടിക്കൊന്നവൻ ജയിലില്ല. നല്ല വാർത്തയാണോ? അല്ല. കൊല്ലത്തൊരു സഹോദരി സ്വന്തം മകനെ ചുട്ടുകൊന്നു. നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ നമുക്ക് സ്വൈര്യം കെടുത്തുന്നു. അമ്മായിയമ്മയെ ചെരവത്തടിക്ക് അടിച്ചു കൊന്നു. നല്ല വാർത്തയാണോ? ഒരിക്കൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അവർക്ക് അത് തന്നെ വരണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അല്ല, അങ്ങനത്തെ തള്ളമാരുമുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്, ദൈവം പിടിച്ചോളൂ. മരുമകളെ പൊരിപ്പിക്കുന്ന ഇവിടെ നമുക്ക് ആലുലിയോ ഗ്ലോറി എന്നൊക്കെ പറയാൻ കേട്ടാ നമ്മൾ ഓർക്കും ഗബ്രിയേൽമാരാകാൻ വന്നിരിക്കുകയാണ്. വീട്ടിലോട്ട് ചെല്ലണം, ചരിത്രം അറിയണം.
അതുകൊണ്ട് ഞാൻ ഈ പ്രായമുള്ള തള്ളമാരൊക്കെ മരിക്കുന്നിടത്ത് ഞാൻ അധികമൊന്നും ഇവരെ പറ്റി പറയാറില്ല. ഒരു വാക്ക് യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോകും. പിന്നെ അഥവാ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ വളരെ സൂക്ഷിച്ചേ പറയുള്ളൂ. ഞാൻ പറയും, ഈ വാത്സല്യ അമ്മച്ചി എന്നോടുള്ള ബന്ധത്തിൽ നല്ലൊരു അമ്മയായിരുന്നു. അല്ല, ഈ അമ്മയെ പോലെ മഹാമനസ്കത, ആർദ്രത, അനുകമ്പയുള്ള ഇതുപോലെ പക്വത എന്ന് പറഞ്ഞാൽ മരുമകൾ ഇറങ്ങണ്ടിട്ട് നോക്കും, തന്നെ ഞാൻ പിന്നെ കണ്ടോളാന്ന് പറയും. അതെ, കാരണം നമ്മളോട് ചിലപ്പോൾ നല്ല ഭവ്യതയായിരിക്കും തള്ള ഇടപെടുന്നത്. വീട്ടിൽ വേറും ജീവിയുടായിരിക്കും. അത് ഈ മരുമകളും കൊച്ചുങ്ങളും ഒക്കെ ആയിരുന്നു. സ്തോത്രം പറയലെന്ന് എനിക്കറിയാൻ, പറയുമൊന്നും വേണ്ട. ഇങ്ങനെ ഇരിക്കും പോലെ കല്യാണത്തിന് പറയലേ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇന്നിങ്ങനെ പോട്ടെ. അപ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെ കേൾക്കുന്ന വാർത്തകളൊന്നും നല്ല വാർത്തയല്ല. നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന, ചിത്തഭ്രമം ഉണ്ടാക്കുന്ന, സൗര്യം കെടുത്തുന്ന വാർത്തകൾ തിങ്ങി നിൽക്കുന്ന ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, പ്രിയരെ, നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, സുവിശേഷമാണ്, സത്യവർത്തമാനം. കേൾക്കാൻ കൊള്ളാമെന്ന വാർത്ത, കേട്ടിരിക്കുന്ന വാർത്ത, കേൾക്കുമ്പോൾ മുമ്പേ ഓർപ്പിച്ചതുപോലെ വിടുതൽ നടക്കുന്ന വാർത്ത, അത് മറ്റൊന്നുമല്ല, അവൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. നല്ല വാർത്തയാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഈ സുവിശേഷമാണ് ഇന്ന് രാത്രി ഇവിടെ ഉയരുന്നത്. ദൈവത്തിന് മഹത്വം. അത് ഈ സുവിശേഷം യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുയേശുവിന്റെ ഉയർപ്പ്, ഇത് നല്ല വാർത്തയാണ്. യേശു ക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാണ്. ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അതിന് ജനനം നല്ല വാർത്ത. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ ആ ജനനത്തിന്റെ വിശേഷത അവിടെ എഴുതിയിട്ടുണ്ട്. നല്ല വാർത്ത. ഒന്ന് വായിച്ചത് ദൈവദാസനെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യം, അറിവുള്ള വാക്യമാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. അത് ഈ ഭാഗത്തെല്ലാം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഭാഗമായതുകൊണ്ട് അധികം ആ ഭാഗം വായിപ്പിച്ച സമയം കൂടെ കളയുന്നില്ല. മാന്യ കർത്തദാസൻ നന്നായിട്ട് വായിക്കുന്നല്ലോ, നിങ്ങൾക്ക് ആ ഭാഗം പരിചയമുണ്ട്. അപ്പോൾ സുവിശേഷം യേശു ക്രിസ്തു, ആ സുവിശേഷം ഈ ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. അപ്പോൾ സുവിശേഷം നല്ല വാർത്ത, യേശു ക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്ത. അതെന്താ ഇത് നല്ല വാർത്തയാകാൻ കാരണം? അതിന്റെ കാരണമാ ഈ കന്യകയ്ക്കകത്ത് ഓടിച്ചു പറയാം. ഒന്ന്, ഇത് നല്ല വാർത്തയാകാൻ കാരണം സുവിശേഷം ഈ ഭൂമിയിലേക്ക് അവൻ വന്നപ്പോൾ ഇരുട്ട് മാറി. ഇരുട്ട് മാറി. അവിടെ ഒരു പദമുണ്ട് ദൈവദാസനെ, രാത്രിയിൽ എന്നൊരു പദമുണ്ട്, ഇല്ലയോ? വായിച്ചേ, രാത്രിയിൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ. അപ്പൊ ഈ സംഭവം രാത്രിയില്ല. ഈ രാത്രി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇരുട്ടാണല്ലോ. ഇപ്പോഴല്ലോ ഈ ലൈറ്റും ഒക്കെ, ഇവിടെ ഏതായാലും നല്ല ലൈറ്റും വെട്ടവും ഉണ്ട്. അതും നമ്മൾ തന്നെ ആണോ ലൈറ്റ്? അത് നന്നാ, പക്ഷെ ഇതത്ര പോലെ. ഞാൻ നല്ലതാണെന്ന് ഒക്കുകയായിരുന്നു. എൻ്റെ രീതി അതാ, ഇഷ്ടപ്പെട്ടാലും പെട്ടില്ല. ലൈറ്റൊക്കെ നന്നായിരിക്കുന്നു. നാളെ ഇത് ശരിയാക്കി തരണം കേട്ടോ, എനിക്കിത് അറിയത്തില്ല പറയാം. അപ്പൊ ശ്രദ്ധിച്ച, അതുകൊണ്ടാണ് ഇന്ന് പാട്ടും പാടാത്തത്. വെറുതെ എന്തിനാ കിടന്ന് ഒന്നാതെ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കും പോലെ, പിന്നെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളു വേണ്ട. അപ്പോൾ ഇവിടെ ഇന്നിപ്പം നല്ല ലൈറ്റ് കൊണ്ട് നല്ല വെട്ടമാണ്. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ കാലത്ത് ഇതുപോലുള്ള സജ്ജീകരണങ്ങൾ അന്നില്ല. സന്ധ്യയാകുമ്പോ ഇരുട്ടാ. അപ്പൊ രാത്രിയിലായി സംഭവം നടക്കുന്നത്. രാത്രിയിൽ ഇരുട്ട്, അന്ധകാര സമയത്ത്, ഇരുട്ടിന്റെ സമയത്ത്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് ഒരു പ്രകാശം, വെളിച്ചം. വായിച്ചേ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അപ്പോൾ തേജസ് മിന്നിയപ്പോൾ ഇരുട്ട് മാറി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്താൽ ഈ സുവിശേഷം നല്ല വാർത്തയാകാൻ കാരണം ഇരുട്ട് മാറ്റിയ മാർഗമാണ്. ഇരുട്ട്
മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. എടുത്ത് വായിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇരുട്ട് 3 കാര്യങ്ങളെ കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഇങ്ങനെ ഇരിക്കുക, തെറ്റുന്നുണ്ടോ? എന്നാലും വന്നിരിക്കുന്നുണ്ട്. നാളെയും വരണം. കാരണം നാളെയും തെറ്റുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ടേ. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. നിങ്ങൾക്ക് നല്ല തിട്ടം, അതുകൊണ്ടല്ലേ ബൈബിള് പോലും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുവന്നിട്ടില്ല, നല്ല തിട്ടമാണ്. കൊണ്ടുവന്നവരോട്ട് തുറക്കുന്നുമില്ല, അത് അതിലും തിട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാം. അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, നല്ല കാര്യമായി പറഞ്ഞു. നാളെ ഇങ്ങനെ വാ. അപ്പോൾ സുവിശേഷം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇരുട്ട് മാറി. ഇരുട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യത്തെ കാണിക്കുന്നു. 1, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 2, ഇരുട്ട് അവൻ പിശാചിനെ കാണിക്കുന്നു. 3, ഇരുട്ട് നരകത്തെ കാണിക്കുന്നു. അപ്പോൾ സുവിശേഷം ഈ ഭൂമിയിൽ ഭൂജാതനായപ്പോൾ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ വെളിച്ചമുണ്ടായി. എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് മാറി. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. എന്നാ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പാട്ടിന്ന് കൊത്തില്ല. ഇതുകൊണ്ട് ഇതിലിങ്ങനെ പാടാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്താൽ ഇരുട്ട് മാറി. ഇരുട്ട് പാപത്തെയും പിശാചിനെയും നരകത്തെയും കാണിക്കുന്നതാണ്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ എന്നൊക്കെ നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നില്ല. പാപത്തിന്റെ പ്രവർത്തികളാണ്. അതിനെല്ലാം മോചനം തരുവാൻ, വിടുവിക്കുവാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാ തെളിവ്. നിങ്ങൾക്കറിയാം, പണ്ട് രാജവൃത്യന്റെ മോന്റെ കല്യാണം എല്ലാവരെയും വിളിച്ചു. സമയത്ത് ഒരുത്തനും വന്നില്ല. വിളിച്ചവനാരും ഒരുത്തനും വന്നില്ല. രാജാവാണ് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അപ്പൊ ചോദിച്ചു, എന്തിയെ വിളിച്ചവനല്ല, കുടികൊടുത്തവനൊക്കെ ഓരോരുത്തരെ കാളയെ മേടിച്ചെന്നത്. ഒരുത്തൻ ചില നിലവെല്ലാം മേടിച്ചു. മറ്റവനോ അവന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വരി പാടാ, നീ അനുസരിച്ചില്ലെന്ന് വേണം. ഒടികഴിയും ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനൊന്നില്ലത്തിനായി മനസ്സിൽ വിചാരം. ഒടികഴിയും ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനൊന്നില്ലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയികയാൽ ഒരുത്തനുസാരം മുട്ടച്ചുണ്ടു കാണകളാൽ അവരനുഭാരം. ഉപമയോ മൃഗസാരം വിടുന്നതിൻ വിവരം. സിദ്ദിഖ് നല്ല പേരാ, കളയരുത്. അപ്പം ഞാൻ പാട്ട് പാടുമ്പോൾ എന്റെ ശബ്ദം മേളിൽ നിൽക്കണം. അന്നേരം ഇതിന്റെ എല്ലാം ശബ്ദം ഇച്ചിരി കുറച്ച് നിൽക്കണം. എന്നിട്ട് ഞാൻ പാട്ട് പാടുമ്പോൾ ഇവർക്ക് വായിക്കാൻ ഞാൻ അവസരം കൊടുക്കും. അന്നേരം അത് കൂട്ടിക്കോണം. ഞാൻ പാടുമ്പോൾ ഇത് താത്ത വെച്ച്, എന്റെ ശബ്ദം നല്ലതല്ല, സിദ്ദിഖിനെ അറിയാമല്ലോ, വന്നപ്പോ മുതൽ കേട്ടിയല്ലേ. അപ്പൊ ഇത് കൂടി നിൽക്കണം. നമുക്കൊരു ധാരണ പോണം. ഇന്നും നാളെ ഒടികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനൊന്നില്ലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയ
ഒരു തനുസാരം മുടക്കൊണ്ടു കാലനേള അവരന്നു രാജസുതൻ വേലിയൊന്ന് കടിച്ചത് പണ്ട് രാജസുതൻ വേലിയൊന്ന് കടിച്ചത് പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷമിച്ചത് കൊണ്ട് ഭോജനത്തിൽ നാളണഞ്ഞൻ അരകന് കണ്ട് ആജനത്തെ വിളിച്ചൂടൽ ആളയച്ചുകൊണ്ട് രാജ വിടുന്നതിന് വനം രാജ വിടുന്നതിന് വനം ഈ ഉപമയോ മകസാരം രാജ വിടുന്നതിന് വനം കിട്ടിയ ജനങ്ങളാലെ ശാലയെ നിറച്ചു കിട്ടിയ ജനങ്ങളാലെ ശാലയെ നിറച്ചു ചട്ടമിവരുടേതെന്നു നോക്കുവാനുറച്ചു ഭക്തന്മാരജൻ വരവ് തന്നുടൽ മറച്ചു കൊട്ടിലിരുന്ന നീജ വേഷന അറച്ചു വിടുന്നതിന് വരം സിദ്ധിക്ക് ഒത്തു വരുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഞങ്ങളുടെ ബൈബിളിൽ ഒരു വാക്യമാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, കുറേശ്ശെ നീക്കി കുറേശ്ശെ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സുവിശേഷത്തിന്റെ ആ കാര്യങ്ങൾ ഞാൻ വിശേഷത പിന്നെ പറയാം. അപ്പൊ എന്തായി സുവിശേഷം? യേശു ക്രിസ്തു. എന്തുവാ സുവിശേഷം? നല്ല വാർത്തയാണ്. ഈ നല്ല വാർത്തയുടെ വിശേഷത, യേശു ക്രിസ്തു ഭൂമിയിൽ പൂജാതനായപ്പോൾ ഇരുട്ട് മാറി. പാട്ട് പാടണം. ഇപ്പൊ എല്ലാം ഞാൻ സിദ്ദീഖിനെ ഞാനും പഠിപ്പിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, സുവിശേഷം വന്നപ്പോൾ ഇരുട്ട് മാറി. വ്യക്തി ജീവിതങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അതാ ഞാൻ പറഞ്ഞ ഇരുട്ട് നരകത്തെ കാണിക്കുന്നത്. ക്ഷണിച്ചവരാരും സമയത്ത് വന്നില്ല. രാജാവിന് സങ്കടം. എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഒരുത്തൻ കാളയുടെ പുറകെ പോയി, ഒരുത്തൻ കണ്ടത്തിലോട്ട് പോയി, ഒരുത്തനെ വെമ്പളയായിട്ട് പോയി. രാജാവ് പറഞ്ഞു, ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഇതിനി ആർക്കാ? ഒരു കാര്യം ചെയ്യാൻ, അല്ല വഴിത്തലയ്ക്കലും മുക്കിനും മൂലയിലും ഒക്കെ മെനക്കെട്ട് നിൽക്കുന്ന കുറേ എണ്ണം വിളിച്ചോണ്ട് വരാൻ.
പരുവക്കേടുകാരൻ. അപ്പോൾ ആരും ഗവനിക്കാത്ത, മാനിക്കാത്ത, ശ്രദ്ധിക്കാത്ത ഒത്തിരി എണ്ണം നിൽക്കുക. വൃത്തിമാര് നെടുക ചെന്നിട്ട് പറഞ്ഞു പോരാൻ പറഞ്ഞു എല്ലാം ഇരച്ച് കയറി. അങ്ങനെ വന്നതാണ് നമ്മളല്ല. നമ്മുടെ വല്യപ്പൻ സ്വർഗത്തിലൊന്നും ഇല്ലായിരുന്നു, ഒരു യോഗ്യതയില്ലായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. നമ്മളെ മെനക്കെട്ട് നിന്നതാണ്. ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നു. അന്നാരമായി സ്നേഹം തേടിയെത്തി വരാൻ. അങ്ങനെ വന്നതാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ ആരും ഞെളിയല്ല. ഇതിനകത്ത് വന്നു. അപ്പോൾ എല്ലാരും വന്ന് പന്തി നിറഞ്ഞപ്പോൾ രാജാവ് ഒന്ന് കാണാൻ ഇറങ്ങി. വന്ന കക്ഷികളെയൊക്കെ ഒന്ന് കാണുന്നതല്ല. ആ ഭാഗം നിങ്ങൾക്കറിയാം. കാണാൻ വന്നപ്പോൾ എല്ലാവരും പേരുമൊക്കെ ചോദിച്ച് എൻ്റെ ഭാവനയാണ് എല്ലാം ചോദിച്ച് കയ്യൊക്കെ കൊടുത്ത് പോലും തന്നെ പരുവക്കേടിലിരിക്കുക. വലിയ സ്നേഹിത കല്യാണ വസ്ത്രം. അവൻ പറഞ്ഞു കല്യാണ വസ്ത്രമോ? ആ, ഇവിടെ വരുന്നവർക്കെല്ലാം വസ്ത്രം കൊടുത്താൽ ഇങ്ങോട്ട് കയറ്റുന്നു. അയ്യോ സാറേ എനിക്ക് കിട്ടി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ചോദിച്ചു, നീ എതിലേ കൂടെ ഇതിനകത്ത് കയറി? നീ എതിലെയാ ഇതിനകത്ത് കയറിയത്? അന്നേരം അവനും സത്യം പറഞ്ഞു, സാറേ ഞാൻ മതിലിയാടി ഡൈവ് ചെയ്തു വന്നതാണ്. ഇപ്പൊ പെന്തിക്കോസിൽ വരുന്ന ഒരു 80% ഡൈവ് ചെയ്ത് കയറിയതാണ്. ശരിക്ക് ശരിയായ വാതിലിൽ കൂടെ വന്നതല്ല. വാതിൽ ഒന്നേ ഉള്ളൂ. ആ വാതിക്കൽ രാജാവ് ഭൃത്യന്മാരെ നിർത്തിയിട്ടുണ്ട്. ഏത് വ്യക്തി ഇതിനകത്ത് വന്നാൽ, ഈ പന്തിഭോജനത്തിന്, ഈ രാജവിരുന്നിൽ വന്നാൽ അവന് വസ്ത്രം കൊടുത്തോണം. വാതിക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് വസ്ത്രം വാങ്ങി ഇതിനകത്തിരിക്കണം. അങ്ങനെ വന്നതാ ഇതിനകത്ത് ഈ വസ്ത്രം ധരിച്ചവരല്ല. ഇവന് മാത്രം വസ്ത്രമില്ല. അപ്പൊ ചോദിച്ചതിലെയാ വന്നപ്പോൾ ഇവൻ സത്യം പറഞ്ഞു കേട്ടോ, ഞാൻ ഡൈവ് ചെയ്ത് വന്നതാണ്. എതിരെ? മതില് ചാടി. അനാവശ്യം ഒന്നും പറഞ്ഞില്ല. രാജാവ്, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോഴറിയാം, രാജാവ് മതില് ചാടി വന്നെന്ന് തെളിയിക്കുക. രാജാവ് ഉടനെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവന് പഴയ ഡൈവാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ മതിൽ ചാടി വന്നതുകൊണ്ട് ആ മതിലിനെ അവിടെ കൂടെ നിന്നിട്ട് വെള്ളിലിട്ടേക്കാൻ പറഞ്ഞു. വന്നതില് അവനെ പിടിച്ചു കെട്ടി ആ മതില് വഴി വെളിയിലിട്ടെന്ന. അത് സൈമൺ സാറ് നല്ല പ്രയോഗത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ, രാജവിരുന്നീ കടക്ക പതിബന്ധു മട്ടോ, നമ്മെ ഇവൻ നിന്നികയാൽ ഇരുട്ടിങ്കലിട്ടോ, നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചൂട്ടോ, നമ്മെ ഇവൻ നിന്നികയാൽ ഇരുട്ടിങ്കലിട്ടോ, നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചൂട്ടോ. അപ്പോൾ ഇവന് നല്ല ശിക്ഷ കൊടുക്കണം. തീക്കടലിൽ, തീക്കടല്, അഗ്നിക്കടല്, ഗന്ധകം കത്തുന്നത് ഈ പോയ. അങ്ങനെയൊക്കെ ബൈബിളിൽ പ്രയോഗമാണ്. രാജകൽപ്പന പുറപ്പെട്ട ഉടനെ രാജഭൃത്യന്മാർ ഇവരെ പിടിച്ചു കെട്ടിയെന്ന. അടുത്ത വരി ഇങ്ങനെ കൊടുത്തേക്കുന്നത്: പൃഥ്വിരാമനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി. പൃഥ്വിരാമനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി. ഒട്ടുമടി കാണാനുള്ള ഊരിട്ടിൽ പേണ്ടി, നരകത്തിൽ താട എല്ലയും വെച്ചോ. പറവൊക്കെ നല്ല വന്നതാ. ഇവരെ ഇരുട്ടിലേക്ക് തട്ടിയെന്ന. ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാണ്. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ഒന്ന്, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. രണ്ട്, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. മൂന്ന്, ഇരുട്ട് നരകത്തെ കാണിക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയോടെ ബന്ധത്തിൽ ഇരുട്ട് മാറ്റി. എന്റെ സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും നരകത്തിൽ നിന്നും നിന്നെ വിടുവിക്കുന്നതാണ് സുവിശേഷം. ഇരുട്ട് മാറ്റി. സുവിശേഷം നല്ല വാർത്തയാകാൻ കാരണം ഇതാ, ഇരുട്ട് മാറ്റി.
ഇത് നല്ല വാർത്തയാകാൻ കാരണം അടുത്ത വാക്യത്തിലുണ്ട്, അവരോട് പറയുക ഭയപ്പെടേണ്ട. അപ്പൊ സുവിശേഷം ഭയം മാറ്റും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഭയത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ വചനം ഒന്ന് കേട്ടെ, ഭയം മാറും. കർത്താവ് ഇന്ന് രാത്രിയും പറയാ ഭയപ്പെടേണ്ട. അത് രോഗമോ മരണമോ മറ്റു തിരമാലകളോ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ കുഞ്ഞുങ്ങളുടെ വിഷയമോ കടഭാരമോ ഇതൊക്കെ മനുഷ്യന് ഉണ്ടാകാം. ശാരീരിക പ്രയാസങ്ങളോ ഇതൊക്കെ ചിന്തിച്ച് വളരെ ഭയത്തോടെ ചിലപ്പോൾ ഡോക്ടർമാര് പറയും ഫോർത്ത് സ്റ്റേജായെന്ന്, രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നൊക്കെ അവര് പറയും, വൈദ്യശാസ്ത്രമൊക്കെ പറയട്ടെ. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന ഒരു ശാസ്ത്രവും ശാസ്ത്രജ്ഞനും സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഭയത്തെ മാറ്റുന്നതാ ഈ മാർഗം. 3 സുവിശേഷം നല്ല വാർത്തയാകാൻ അവിടെ എഴുതിയിട്ടുണ്ട്. 1 ഇരുട്ട് മാറ്റി, 2 ഭയം മാറ്റി, 3 അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം തരിക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. നമുക്കെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ സന്തോഷിക്കുകയല്ലേ. സുവിശേഷം സന്തോഷം തരും. ഇപ്പൊ ഈ കുറെ തികഞ്ഞ ആത്മീയരുണ്ട്, അവര് പറയുന്നത് ചിരിക്കുന്നതൊക്കെ പാപമാണ്. അവന്മാര് കാട്ടിക്കൂട്ടുന്നതെല്ലാം ചില ഇത് ചിരിക്കുന്നത് പാപമാണ്. എപ്പോഴും ചിരിക്കുന്നത് വേറെ അസുഖമാണ്, ചിരിക്കുന്ന പാപമല്ല. കർത്താവ് ആ നാളുകളിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞെന്ന ചിരി പാപമല്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സ്വർഗത്തിൽ ഇരിക്കുന്നവരെ ചിരിക്കുന്നെന്ന് ഇല്ലേ? വായിച്ചിട്ടില്ലേ? ഇല്ലേ? എവിടെ? 2-ാം സങ്കീർത്തനത്തിലല്ലയോ? ആണോ? എനിക്ക് ഒരു സംശയം. ആണോ? സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. മതി, പിന്നെ അവിടെ ചിരിക്കാമെങ്കിൽ പിന്നെയാ. എപ്പോഴും ചിരിക്കണ്ട. സന്തോഷത്തിന്റെ ആധിക്യം വരുമ്പോൾ ചിരി ഉണ്ടാകും. അപ്പൊ ഇപ്പൊ കുറെ വലിയ വിദ്വാൻമാരെടുത്ത് തികഞ്ഞ ആത്മീയത്തിന്റെ പരമകാഷ്ഠ കയറിയ ആൾക്കാർ ചിരിക്കരുത്. ഇവരെല്ലാം ചിരിക്കരുതെന്ന് പറയുന്നവരെല്ലാം മുളകുടയിലും പുനലൂരും കുമ്പനാട്ടും എല്ലാം കാട്ടിക്കൂടുന്ന വിക്രിയകള് കുഴഞ്ഞു. അത് കേട്ടപ്പോ ചിരിയും പോയി. എല്ലാവരുടെയും കാര്യമല്ല. ഭയങ്കര തികഞ്ഞ ആത്മീയരുണ്ടല്ലോ കുറെ പേര്, ഭയങ്കര ആത്മീയം. സഭയുടെ പ്രധാന സ്ഥലങ്ങളിലേ ഞാൻ 3 സഭയുടെ പേരെ പറഞ്ഞു. 3 അല്ല, എല്ലാ സഭയുടെ എല്ലായിടത്തും ആർത്തോമേ, യാക്കോബേ, പെന്തിക്കോസും ബ്രദറും, പെന്തിക്കോസിൽ തന്നെ പലതുണ്ടല്ലോ, അതിൽ 3 പറഞ്ഞെന്നുള്ളൂ. ജാരോനും IPCയും ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് ഓഫ് ഗോഡും GP സകല എണ്ണു. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ ഉള്ള കാര്യമായി പറയുന്നത്. ചിരിക്കുന്ന മാത്രം പാപമാണ്. എപ്പോഴും ചിരിക്കണ്ട. ഇവിടെ ഈ ഭൂമിയിൽ നന്നായിട്ട് ചിരിക്കാനും സന്തോഷിക്കാനും മക ദൈവമക്കൾക്കാണ്. ദൈവത്തിന്റെ മഹത്വം ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ. എല്ലാത്തിനും ചിരിക്കണമെന്ന്, എപ്പോഴും ചിരിക്കണമെന്ന്, ഒരിക്കലും ചിരിക്കരുതെന്ന് പറയുന്നവരോടായി പറയാം. അതെ, സന്തോഷമുണ്ടാകുമ്പോൾ ചിരിക്കും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാന് സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു? വട്ടാണ്. സന്തോഷമുള്ളവര് പുഞ്ചിരിയെങ്കിലും ഉണ്ടാകും. ഇല്ലയോ? സാറ് പറ, പേരെന്തുവാ? ചിരിക്കുകയല്ലേ? എപ്പോഴും ചിരിക്കണമെന്നല്ല ഈ പറഞ്ഞത്, എല്ലാത്തിനും ചിരിക്കണമെന്നുമല്ല ഈ പറഞ്ഞത്. സന്തോഷമുണ്ടാകുമ്പോൾ ചിരി ഉണ്ടാകും. ആത്മനിറവിന്റെ പ്രത്യക്ഷവും പരോക്ഷമായി തെളിവാണല്ലോ അന്യഭാഷ. അങ്ങനെയെങ്കിൽ സന്തോഷത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷമായി തെളിവ് ചിരിയ. നമ്മുടെ വിഷയമല്ല, ഇപ്പൊ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്തായാലും ഒരു കാര്യം പറയാ, സുവിശേഷം നമുക്ക് സന്തോഷം തരുന്നതാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. എന്താ നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷത? അയ്യോ, പ്രവാചകൻ ഒരിക്കൽ പറയുകയാ, ഗോശാലികളിൽ ചിലപ്പോ കന്നുകാലി കണ്ടെന്ന് വരികയല്ല, അത്തിവൃക്ഷം തളർത്തെന്ന് വരികയല്ല, മുന്തിരിയിൽ ഫലവും കണ്ടെന്ന് വരികയല്ല, പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പൗലോസ് പറയുക, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ. നമ്മുടെ സന്തോഷത്തിന്റെ ഒരു പ്രകൃതി സങ്കീർത്തനക്കാരൻ പാടുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുക.
സുവിശേഷം നല്ല വാർത്തയാണ്. ഒന്ന്, ഇത് ഇരുട്ട് മാറ്റുന്ന വാർത്തയാണ്. രണ്ട്, ഭയം മാറ്റുന്ന വാർത്തയാണ്. മൂന്ന്, സന്തോഷം നൽകുന്ന വാർത്തയാണ്. നാല്, അതുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാം, അതുകൂടെ പറഞ്ഞു വിടാം. നാല്, അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രക്ഷിതാവിനെ കിട്ടിയെന്ന്. അങ്ങനെ ഒരു വാക്യമുണ്ട്. ദൈവദാസനെ ഒന്ന് വായിച്ചേ. ആ 2-ാം അധ്യായത്തിൽ ഇപ്പം വായിച്ച കണ്ണികയിലുണ്ട്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. മതി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പോൾ ഈ നല്ല വാർത്തകളുടെ വിശേഷത, നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. ആര് നമ്മൾ രക്ഷിക്കും, എങ്ങനെ രക്ഷപ്പെടും, രക്ഷ ഉണ്ടോ എന്നൊക്കെ ഓർത്ത് വളരെ ചിന്തിച്ച് ഭാരപ്പെട്ട നമുക്ക് ഒരു രക്ഷിതാവിനെ കിട്ടി. അതിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന്റെ മഹത്വം. അതൊക്കെ ഈ സുവിശേഷത്താലാണ് നടക്കുന്നത്. അപ്പോൾ സുവിശേഷം നല്ല വാർത്ത. അതെന്തുവാ? യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്ത. അടുത്തത് മരണം, അത് നല്ല വാർത്തയാണ്. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാണ്. സാധാരണ ഞാൻ പറയും മരണം അത്ര നല്ല വാർത്തയല്ല, കേൾക്കുന്നവർക്ക് നല്ല വാർത്തയാണ്. ഇപ്പൊ യോഗത്തിലേക്ക് നമ്മളോട് പറയാ, നിന്റെ ഇപ്പൊ യോഗത്തിൽ ഒരാൾ അപ്പച്ചൻ മരിച്ചു. നമുക്ക് പരിചയമുള്ള പലരുണ്ട്, പേര് പറയുന്നില്ല, എന്തിനാ ഞങ്ങളുടെ അപ്പച്ചന്റെ കാര്യം പറഞ്ഞെന്ന് ചോദിക്കും. നമ്മുടെ പിതാവ് മരിച്ചു. അപ്പൊ നടത്തിപ്പിലാണ്ട് വന്നു ഉടനെ പുള്ളി പറയാ, ഞാനൊരു നല്ല വാർത്ത പറയാൻ പോയാ നമ്മുടെ തങ്കച്ചന്റെ അപ്പച്ചൻ അല്പസമയം മുമ്പ് മരിച്ചു. പറയുമോ? പറഞ്ഞാൽ പറയാക്ക് വാട്ടാന്ന് പറയും. മരണം നല്ല വാർത്തയല്ല. ഇന്നിടത്തെ അമ്മച്ചി മരിച്ചു, നല്ല വാർത്ത. അങ്ങനല്ല. ഇന്നോടത്തെ അപ്പച്ചൻ മരിച്ചു, നല്ല വാർത്തയല്ല. കുഞ്ഞുങ്ങൾ മരിച്ചു, മരണം നല്ല വാർത്തയല്ല. മരണത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് ഇങ്ങനുണ്ട്. മരണത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് തന്നെ ഒടുക്കത്തെ ശത്രു എന്നാണ്. എന്റെ പേര് തന്നെ മിത്രമല്ല, ഒടുക്കത്തെ ശത്രു. അങ്ങനെ മരണത്തിന്റെ പേര്. പല പേരുകളുണ്ട്. ഒന്നിതാ ഒടുക്കത്തെ ശത്രു. ഒടുക്കത്തെ ശത്രു എന്ന് പറഞ്ഞാൽ ഒടുവിൽ വന്ന ശത്രു എന്നല്ല. അങ്ങനെ ധരിക്കരുത്. എല്ലാ ശത്രുക്കളും പോയി ലാസ്റ്റ് വന്ന ശത്രു എന്നല്ല. എന്ന് പറഞ്ഞാൽ സകല ശത്രുക്കളും പോയാൽ ഇവൻ പോവുകയല്ല, നിന്നെയും കൊണ്ട്. അതാ ഒടുക്കത്തെ ശത്രു. ആരോട് പറയാൻ? വന്ന് പിടിക്കും പറയും. ഉടവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ലാതമയം. ഉടവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ലാതമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കയിലെന്ന് കൈതമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കയിലെന്ന് കൈതമേ. അപ്പോൾ മരണത്തിന് കൊടുത്തിരിക്കുന്ന പല പേരുകളിൽ ഒരു പേര് ഒടുക്കത്തെ ശത്രു. പക്ഷെ അത് നീങ്ങിപ്പോവും. ദൈവത്തിന് മഹത്വം. അവൾ ഈ ഒടുക്കത്തെ ശത്രുവാകുന്ന മരണം ഒരു നല്ല വാർത്തയല്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാണ്. അതെന്താ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം? 1-2 കാര്യം പറയാം. ക്രിസ്തുയേശുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. കൊടിഞ്ഞർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതിന്റെ മെയിൻ കാരണം 15-3 അറിവുള്ള വാക്യം. ആ ദൈവദാസനോട് വായിച്ചാട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. മതി. അതാ നല്ല വാർത്ത. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേറെ ആരും മരിച്ചില്ല. അതാ അവരുടെ വാർത്തയെല്ലാം ദുഃഖം.
നൊന്ത് പ്രസവിച്ച അമ്മ നമ്മുടെ പാപത്തിന് വേണ്ടിയാണോ മരിച്ചത്? അല്ലാതെ പോകാറായപ്പോ അങ്ങ് പോയെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പാപത്തിനാണ്. നമ്മളെ ജനിപ്പിച്ച് അപ്പൻ മരിച്ചു, ദുഃഖമുണ്ട്. കാരണം നമ്മുടെ പാപത്തിന് വേണ്ടിയല്ല മരിച്ചത്, വേർപെട്ടപ്പോ ദുഃഖമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചത്. ഇവിടെ വന്ന മഹാന്മാരും ഉന്നതന്മാരും പണ്ഡിതന്മാരും പ്രഗത്ഭന്മാരും മിടുക്കന്മാരും ആരും ആരുടെയും പാപത്തിന് വേണ്ടിയല്ല മരിച്ചത്. അവരെല്ലാം സ്വയമായിട്ട് നാട് നീങ്ങി വിടവാങ്ങി മാറ്റപ്പെട്ടപ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറായനാകുന്ന യേശുക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിന്റെ മരണം നല്ല വാർത്തയാകുന്നത്. വേറെ ആരുടെ വാർത്ത മരണമല്ല വാർത്ത. ഒന്നുകൂടെ തെളിച്ച് പറയാം. നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഓർപ്പിക്കുക, നിങ്ങളെ പഠിപ്പിക്കുകയല്ല. നിങ്ങൾ മറന്നു പോയതെല്ലാം ഒന്ന് അത്രേ ഉള്ളൂ. ഇന്നിങ്ങനെ പോട്ടെ. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ പല കാര്യമാണ്. എല്ലാവരുടെയും മരണം പോലല്ല യേശുക്രിസ്തുവിന്റെ മരണം. അല്ല, എല്ലാവരുടെയും മരണം പോലല്ല. ഒരിക്കൽ ബിലിയാം പറഞ്ഞു, ഭക്തൻ മരിക്കുന്നത് പോലെ ഞാനൊന്ന് അങ്ങനല്ലേ വായിച്ച 23:10 23 സംഖ്യാപുസ്തകം 23:10 ഒന്ന് വായിച്ചു. അതൊക്കെ മതി, എനിക്ക് ധൃതിയൊന്നുമില്ല. 23:10 പിന്നെ യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാനൊന്ന് മരിക്കട്ടെ. ഉപദേശമാരെല്ലാം പറയുന്നത് ഞാനൊന്ന് കടമെടുത്ത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഭക്തൻ ജീവിക്കും പോലെ ജീവിക്കും. കൊന്ത്രാകൊള്ളി എല്ലാം ഒപ്പിച്ചേച്ച് അവസാനം വിറയൽ പിടിക്കും. ഭാഷയെ പ്രാർത്ഥിക്കണം, ഭക്തൻ മരിക്കും. ആയുള്ള കാലത്തും ആകമുള്ള കാലത്തും ചെയ്യാവുന്നത് ഓരോ ദ്രോഹം മുഴുവൻ ചെയ്തേച്ച് അങ്ങേയറ്റം പറ്റി. ഇപ്പം വലികൂടെ പിടിച്ചു. എന്തുവാ ഭക്തൻ മരിക്കുന്നത്? നീ അങ്ങേയറ്റം മരിച്ചു. ഇവിടെ വിതയ്ക്കുന്നത് കൊയ്യുണ്ടായിരുന്നു. ഭക്തന്മാര് ജീവിക്കുന്നത് പോലെ ജീവിച്ച ഭക്തൻ മരിക്കും പോലെ മരിക്കാം. ഭക്തന്മാര് മരിച്ചതൊക്കെ വേറെ പുസ്തകത്തിലുണ്ട്. ഒരു ഭക്തൻ മരിക്കാൻ നേരത്ത് പിള്ളേരെ എല്ലാം വിളിച്ച് എല്ലാവരും വരാൻ പറഞ്ഞു, കൊച്ചുങ്ങളെല്ലാം വരാൻ പറഞ്ഞു. 49 വന്ന് വായിൽ ഉൽപ്പത്തി ചടിയടാന്ന് വായിച്ചു. ദൈവദാസൻ വായിച്ചു തരുന്നതിന് നന്ദി. 9:1 മുതൽ അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. രൂബേനെ, നീ എന്റെ ആദിജാതൻ, എന്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദ്യബലവും വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ലെന്ന് പറഞ്ഞു. 5-ാം വാക്യത്തിൽ ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആളുകൾ. പിന്നെ 8-ാം വാക്യത്തിൽ യഹൂദയെ സഹോദരന്മാരെ നിന്നെ പുകഴ്ത്തും. പിന്നെ അങ്ങോട്ട് 13 മുതലൊക്കെ പഠിക്കുമ്പോൾ ഓരോരുത്തരെ വിളിക്കുക. ഗാദിനെ വിളിച്ചു, ആശേറിനെ വിളിച്ചു, നഫ്താലിയെ വിളിച്ചു, സെബൂലൂനെ വിളിച്ചു. 17-ാം വാക്യത്തിൽ ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ സർപ്പവും കുതിരയുടെ കുതികാലിൽ കടിക്കും, പുറത്ത് കളയുന്നത് മലന്ന് താഴെ വീടും. പിന്നെ 18 19 വായിച്ചോ. ഗാദ് കവർച്ചപ്പെടുകവനെ ഞെരുക്കും അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. 20 ആശേരോ നിന്റെ ആകാരം പുഷ്ടിയുള്ളത് നിന്റെ രാജിക സ്വാദഭോജനം കൊണ്ട് തൃപ്തിപ്പെടുത്തി. 21 നഫ്താലി സ്വതന്ത്രയായിട്ട് നടക്കുന്ന പേടമാൻ. 22 യോസേഫ് ഫലപ്രദമായ വൃക്ഷം മുന്തിരിവള്ളി. 27 ബെന്യാമീൻ കടിച്ചു കീറുന്ന. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 49-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പിള്ളേരെ അങ്ങോട്ട് രൂപൻ മുതൽ അങ്ങോട്ട് വിളിച്ചു. ഇങ്ങനെ ഭക്തൻ മരിച്ച് മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു. പിള്ളേരും ചോവുള്ള പിള്ളേരെല്ലാരും വന്നല്ലാതെ അമേരിക്കയിൽ നിന്ന് ഡ്രൈവറോട് ചോവിനെ കാണിക്കട്ട. പിള്ളേരെല്ലാം മക്കളുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാകുകയല്ല, അങ്ങനെ കിടക്കുമ്പോ മനസ്സിലാകും. ഇപ്പം മനസ്സിലാകില്ല. പിള്ളേരെ എല്ലാം വിളിച്ചു
വട്ടം കൂട്ടി പിള്ളേരുടെ കാര്യം പറഞ്ഞേച്ച് മരിച്ചത് അങ്ങനെ. 33-ാം വാക്യം 33. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ച് യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാല് കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് തലയൊടിച്ചെന്ന് പറഞ്ഞ അല്ല കേട്ടോ, കാല് കട്ടിലിൽ എടുത്തു വെച്ച ശേഷം പ്രാണനെ വിട്ടു തന്റെ ജനത്തോട് ചേർന്നു. ഇങ്ങനെ ഭക്തൻ മരിച്ചു. അന്നേരം വിലയാ പറയാ ഭക്തൻ മരിക്കും പോലെ മിക്കവാറും വേറൊരു ഭക്തൻ മരിക്കും. ഒത്തിരി കൊണ്ട് പറയാൻ ഭക്തൻ മരിക്കാൻ നേരത്ത് പറഞ്ഞത് മോനെ വിളിച്ചേച്ച് പറഞ്ഞു, നിനക്ക് അറിയാൻ മേലാത്ത ചില കാര്യം പറയാൻ അനുസരിച്ച് ജീവിച്ചോണം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ന്റെ 1 മുതൽ വായിക്കും. ഇസ്രായേലിലെ മധുരനായകനായ ദാവീദിന്റെ അന്ത്യവാക്യങ്ങളും മരണമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനെ കൽപ്പിച്ചത്, ദാവീദിന്റെ മരണകാലം അടുത്ത് വന്ന് മരിക്കാൻ പോവുക. ഇങ്ങനെ ഭക്തൻ മരിക്കുന്ന മരണകാലം അടുത്ത് വന്നപ്പോൾ അവൻ തന്റെ മകന് ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഞാൻ സകല ഭൂവാസികളുടെ വഴിയായി പോകുന്നു. ഇങ്ങനെ മരണകാലം ഭക്തന്മാരൊക്കെ ഇങ്ങനെ മരിച്ചു. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. 34-ന്റെ 1 ആവർത്തനം പെട്ടെന്ന് വായിച്ചു. സഹോദരി വായിച്ചു, എടുത്തെങ്കിൽ വായിച്ചു. അനന്തരം 30 അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും 34-ന്റെ 1 മുതൽ. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്കാ മുകളിൽ കയറി. യഹോവ താൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രയീമിന്റെ മനശ്ശെയുടെയും ദേശവും ഒരു ഭക്തൻ മരിക്കാൻ പോവുക. ആരാ? ഇസ്രായേലിന്റെ മധ്യസ്ഥനായി നിന്ന് ജനത്തെ നടത്തിയ പടീനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ മരിക്കാൻ പോവുക. പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? 120 വയസ്സാ. ഒന്നുകൂടെ ദൈവദാസനെ 1 മുതൽ വാക്യം വായിച്ചു. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്കാ മുകളിൽ കയറി. സമഭൂമിയിൽ നിന്ന് മലമണ്ടേ കയറി മരിക്കാൻ നേരത്തെ നമുക്ക് അപ്പുറത്തെ കസയിലോട്ട് കയറിയിരിക്കാം. പിന്നെ ആ മലമണ്ടേ കയറുന്നത് യഹോവ താൻ വരെ കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് ആടുന്ന കാണാം. സമഭൂമിന്ന് മലമണ്ടേ കയറി. എന്നിട്ട് യഹോവ താൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രയീമിന്റെ മനശ്ശെയുടെ ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദാ ദേശമൊക്കെയും തെക്കേ ദേശവും ഈ നഗരമായ യെരിഹോവിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവരെ കാണിച്ചു. കണ്ടു. കണ്ണും കിടയും കാണാതെ കിടക്കുകയല്ലേ, എല്ലാം കണ്ടു. ഭക്തന്റെ മരണമാണ്. താഴെ നിന്ന് മേളിൽ ചെന്നു ദേശം എല്ലാം കണ്ടു. അല്ലാതെ അതിനവിടെ ഇരുണ്ടിരിക്കുന്നത് പോലെ എല്ലാം കണ്ടു. ഈന്തനഗരം വരെ കണ്ടു. എന്നിട്ടോ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനിത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു. എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല. അങ്ങോട്ട് പോകത്തില്ല, പക്ഷെ ഇതെല്ലാം നിനക്ക് കാണിച്ചു തന്നു. പിന്നെ എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. ഇങ്ങനെ ഭക്തന്മാര് മരിച്ചു, വചനപ്രകാരം മരിച്ചു. അല്ലാതെ വചനവും തെറ്റിച്ച ഉപദേശവും തെറ്റിച്ച സഭയും മാറി ഉപദേശവും മാറി ഇറങ്ങിയപ്പോൾ നല്ല തീക്ഷണതയും പ്രത്യാവതനെ അങ്ങേയറ്റം പറ്റി. ഇടരുതെന്ന് പറഞ്ഞതെല്ലാം എടുത്തിട്ട്, തൊടരുതെന്ന് പറഞ്ഞതെല്ലാം എടുത്ത് തൊട്ട്, കടിക്കരുതെന്ന് പറഞ്ഞത് മുഴുവൻ കഴി ചൂപാട് വന്നൊന്നും പോയതല്ല. മനസ്സിലാകുന്നില്ല, പയ്യെ മനസ്സിലാകും. ആരംഭകാലത്തെ ഉപദേശവും പ്രമാണമൊക്കെ പറഞ്ഞു വരിപ്പം കുറെ കാലം കഴിഞ്ഞപ്പം ഇച്ചിരി ഇടാ, ഇച്ചിരി കുടിക്കാ, ഇച്ചിരി ആടാ, ഇച്ചിരി പാടാ, ഇച്ചിരി ചൂടാ, ഇച്ചിരി മതി, എല്ലാം ഇച്ചിരി കൺട്രോൾ വിടരുതെന്നേ ഉള്ളത്. മാഷ അങ്ങനല്ല, വചനപ്രകാരം മരിച്ചു. വചനപ്രകാരമാ ജനിച്ചത്, മരണവും വചനപ്രകാരം. ഇങ്ങനെ ഭക്തന്മാര് മരിച്ചു. ഇത് കണ്ടോണ്ട് വിലയാ പറയാ ഭക്തൻ മരിക്കും പോലെ. പിന്നെ
ഭക്തൻ മരിക്കുമ്പോഴാണോ മരിച്ചത്? 31:6 സംഖ്യാപുസ്തകം 31:6. മോശ ഓരോ ഗോത്രത്തിൽ നിന്നും 1000 പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലിയാസറിന്റെ മകൻ ഫിനെഹാസിനെയും യുദ്ധത്തിന് അയച്ചു. അവരങ്ങോട്ട് ചെന്ന് ദേശം കൈയടക്കി യുദ്ധം ചെയ്യുക. ഇനി 8-ാം വാക്യം. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാൻ രാജാക്കന്മാരായ ഏവി, നിഹതന്മാരുടെ കൂട്ടത്തിൽ മിദ്യാനി രാജാക്കന്മാരായ ഏവി, രേഖ, ഫൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. 5 രാജാക്കന്മാരെ കൊണ്ടു. അടുത്ത വാക്യം. ബയോരിന്റെ മകനായ ബിലെയാമിനെയും ബയോരിന്റെ മകനാകുന്ന ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. അങ്ങനെ ഇവൻ മരിച്ചു. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞു ഭക്തൻ മരിക്കും പോലെ ജീവിക്കും പോലാണോ ജീവിച്ചത്? ദൈവമക്കൾക്ക് പൂളും വെച്ച് അവർക്ക് ദുരുപദേശവും പറഞ്ഞു കൊടുത്ത് ഇവരെ വഞ്ചിച്ച്, അങ്ങനെയൊക്കെ ആ പുസ്തകത്തിൽ വാക്യം. ബിലെയാമിന്റെ വഞ്ചന, ബിലെയാമിന്റെ ഉപദേശം, ബിലെയാമിന്റെ വഴി, ആകാത്ത വഴിയും വഞ്ചനയും ദുരുപദേശവും ഒപ്പിച്ചേച്ച് അങ്ങേയറ്റം പറ്റിയപ്പോൾ ഇയാൾ പറയാം ഭക്തൻ മരിക്കും പോലെ. ആ യോശുവയുടെ പുസ്തകം 13:22 വായിച്ച്. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ടുകൊന്നു. മതി, വലിയ പ്രശ്നക്കാരനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇവനാ പറഞ്ഞത് ഭക്തൻ മരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ ഭക്തൻ മരിക്കുന്നത് വേറെ രീതിയില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, യേശു ക്രിസ്തുവിന്റെ മരണം, അത് പറഞ്ഞത് കൊണ്ടാണ് ഇത്രോ സൂചിപ്പിച്ചത്, നല്ല മരണമാണ്. എന്താ യേശു ക്രിസ്തുവിന്റെ മരണം നല്ല മരണമാകാൻ കാരണം? ഒന്ന്, യേശു ക്രിസ്തു മരിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. യേശു മരിക്കാൻ വന്നതാ, നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാ. അതിന് പല തെളിവുണ്ട് ജീവിക്കാൻ വന്നത്. ഒന്ന്, ചിലയിടങ്ങളിൽ 9 മണിയാകുമ്പോഴേ ബൈബിളിന്റെ സിപ്പിടും. എന്നാ മരുന്ന് കഴിക്കണം, 2 ഉണക്ക ചപ്പാത്തി കഴിക്കണം, നേരത്തെ കയറി കിടക്കണം. അതിന് കുറച്ച് നാളൂടെ ജീവിക്കാൻ വന്നത്. നമ്മള് മീൻ കടയിൽ ചെന്ന് ചില മീൻ മേടിക്കാൻ ഏതെങ്കിലും കടയില് എന്തോ വില, ഇന്നതാ വില, ഇത്രയും വിലയുണ്ടോ? സാറേ ജീവിക്കണ്ടേ? എല്ലാവരും ജീവിക്കാൻ വന്നത്. ഞാൻ നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് വന്നതാ. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം കേട്ടോ. കർത്താവിന്റെ ജനനത്തിന്റെയും വരവിന്റെയൊക്കെ വിശേഷതയിൽ ഒരു വിശേഷത, കർത്താവിനെ പറ്റി പറയുന്നിടത്തെല്ലാം ഇങ്ങനൊരു പടമാണ്. ക്രിസ്തുവേശു ലോകത്തിൽ എങ്ങനെ ഒന്ന് പറഞ്ഞേ. ക്രിസ്തുവേശു, ഞാൻ വാക്കി വന്ന് മറന്നു പോയാതാ. പറഞ്ഞു ക്രിസ്തുവേശു വന്നത് എന്നുള്ളത്. ഇവിടെ പറഞ്ഞത് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ. ഓ, മൊത്തം തെറ്റി. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം അവിടുന്ന് വന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനല്ലേ? യേശു ക്രിസ്തു വന്നു, അതാ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. കർത്താവ് തന്നെ പറഞ്ഞു മനുഷ്യപുത്രൻ വന്നത്. ആ പറ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനും നിങ്ങളുമെല്ലാം ജനിക്കുക. പക്ഷെ യേശു ക്രിസ്തു ജനിച്ചെന്ന് എന്നും പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു വന്നു. പിന്നെ യോഹന്നാൻ 19 പിലാത്തോസിനോട് പറയുമ്പോൾ ജനിച്ചു എന്ന് കർത്താവ് പറഞ്ഞു, ചേർത്ത് പറഞ്ഞു വന്നും ഇരിക്കുന്നു. മറ്റു ഭാഗത്തെല്ലാം കർത്താവ് പറഞ്ഞെടുത്തെല്ലാം മനുഷ്യപുത്രൻ വന്നത്. അതിന് അങ്ങനെ പറയാൻ കാര്യം, ഇപ്പോൾ ഉദാഹരണം, നമുക്കൊക്കെ
ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇല്ലയോ? ഇല്ലേ? ഉണ്ട്. ജനിച്ച ദിവസം, ജനിച്ച ഒരു ടൈമുണ്ട്, ദിവസം. എന്നാൽ യേശു ക്രിസ്തുവിനെ പറ്റി അങ്ങനല്ല, വന്നത് എന്നാ കൊടുത്തിരിക്കുന്നത്. ക്രിസ്തു യേശു വന്നു. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, മാസ്റ്റർ എപ്പോഴാ വന്നേ എന്ന് എന്നോട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്നാ? എന്നോട് ചോദിക്കോ, ഞാനിപ്പോ എന്നോട് എപ്പോഴാ ജനിച്ചത് ചോദിക്കത്തില്ല, വന്നത് എപ്പോഴാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഞാൻ എവിടെയോ ഉണ്ടായിരുന്നു, അവിടെ നിന്നോട്ട് വന്നതാ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വന്നെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നവനാ, അവിടെ നിന്നോട്ട് വന്നതാ. എന്തിന്? പാപികളെ രക്ഷിക്കാൻ. അപ്പൊ ക്രിസ്തുയേശുവിന്റെ ജനനം നല്ല വാർത്തയാ, മരണവും നല്ല വാർത്ത. അത് പറഞ്ഞ ഭാഗം വിടാം. യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്ത. അതിന്റെ മരണം ഒന്ന്, യേശു ക്രിസ്തു മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാ, യേശു മരിക്കാൻ വന്നതാ. മാത്രമാണോ താൻ വന്ന കാര്യം സാധിച്ചേച്ചാ പോയത്. നമ്മുടെ പല ആൾക്കാരും മരിച്ചു കഴിയുമ്പോൾ പറയുന്ന ഉള്ളി കുറച്ച് കാര്യം കൂടെ ഒക്കെ ചെയ്യേണ്ടത് ആരും. ഭർത്താവ് മരിച്ച ഭാര്യ വരെ അച്ചായന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാ, സങ്കടം കൊണ്ട് പറയാനതാ, എല്ലാം തീർത്തില്ല. സഹോദരി പെട്ടെന്ന് പോകുമ്പോൾ സഹോദരന്മാര് പറയാം, നല്ലതായിരുന്നു, എന്തോ ചെയ്യാന് ഇരിക്കുകയായിരുന്നേ കുറച്ച് കാര്യം കൂടെ ഞങ്ങൾ വീടിനോടുള്ള ബന്ധത്തിലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ചെയ്തതന്നെ എന്തോ ചെയ്യും. ഇവിടെ വന്ന സകല ആൾക്കാരും. എന്നാൽ യേശു ക്രിസ്തു വന്ന കാര്യം സാധിച്ചാ പോയത്. എന്തിനാ അവിടുന്ന് വന്നത്? മരിക്കാൻ. അത് സാധിച്ചു. ആ മരണം കൊണ്ട് എന്തോ സാധിക്കും, അത് നിവർത്തിച്ചാ പോയത്. അതാ യേശുവിന്റെ മരണത്തിന്റെ വിശേഷത. മാത്രമാണോ? ഞാൻ എപ്പോഴും പറയും, ഈ മരണത്തിന്റെ വിശേഷത യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രസംഗിക്കുന്നത് പോലെ ഒരുത്തന്റെ മരണത്തെ പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ച്, അമേരിക്കൻ പ്രസിഡന്റുമാരിൽ എത്ര പേര് മരിച്ചു? കെന്നഡി മുതലുള്ള എബ്രഹാം ലിങ്കൺ, കെന്നഡി, റൊണാൾഡ് റീഗൻ, അതുപോലെ തന്നെ പ്രഗത്ഭരായ ധാരാളം എത്രയോ പ്രഗത്ഭന്മാര് ലോകത്തിലെ അവരാ നമ്പർ 1 എന്നൊക്കെയാണല്ലോ. വൈപ്പർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് എത്ര എണ്ണം മരിച്ചു? ലോകത്തിലെ രാജാക്കന്മാര്, മന്ത്രിമാര്, മന്ത്രിപൂങ്കവന്മാര്, കേരളം ഭരിച്ച സാമൂതിരിമാര്, അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ രാജാക്കന്മാര്, ചെമ്പകശ്ശേരി രാജാക്കന്മാര്, മന്ത്രി പ്രഗത്ഭന്മാര് ഒക്കെ മരിച്ചില്ലേ? ആരുടെ മരണമായി ഇതുപോലെ പ്രസംഗിക്കുന്നത്? സാമുദായിക നേതാക്കൾ ധാരാളമില്ലയോ? മന്നത്ത് പത്മനാഭൻ, NSSന്റെ, അയ്യങ്കാളി, ഡോക്ടർ പാൽപൂ, ശ്രീനാരായണ ഗുരു, പൊയ്കയിൽ യോഹന്നാന്, വൈകുണ്ഠസ്വാമികള്, പണ്ഡിറ്റ് കറുപ്പന്, പാമ്പാടി ജോണ്, അത് പൊയ്കയിൽ കുമാരഗുരുദേവൻ, ഇങ്ങനെ എത്രയോ പ്രഗത്ഭന്മാര്. പിന്നെ ചട്ടമ്പി സ്വാമി, എല്ലാവരും, ശങ്കരാചാര്യര്, എത്ര പ്രഗത്ഭന്മാര്. വലിയ പണ്ഡിതനായിരുന്നു, ഭാഷാ പണ്ഡിതനായിരുന്നു, സംസ്കൃത ഭാഷാ പണ്ഡിതനാ. പുന്നശ്ശേരിയിൽ നമ്പി നീലകണ്ഠ ശർമ്മ അവർകള് എല്ലാം അദ്ദേഹം ജ്ഞാനമുള്ള ആളാണ്. കവിത്രയങ്ങള്, മഹാകവിമാര്, ഭാഷയുടെ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ, കലക്കത്ത് കുഞ്ഞനമ്പിയാര്, ചെറുശ്ശേരി, വള്ളത്തോൾ നാരായണ മേനോന്, N. കുമാരനാശാന്, ഉള്ളൂർ S. പരമേശ്വരയ്യര്. ഞാൻ കേരളത്തിലെ ആയതുകൊണ്ടാണ് കുറച്ച് പേരുടെ പേര്. കേരളം മോശമൊന്നുമല്ല. ചിലക്ക് ഇവിടുന്ന് അമേരിക്കയിൽ പോയി $10 കാണുമ്പോൾ കേരളം വിജയിച്ച് ഇവനെയൊന്നും ഇങ്ങോട്ട് കയറ്റരുത്. വരുമ്പോൾ ഗവൺമെന്റിനോട് പറഞ്ഞ അവനെല്ലാം തിരിച്ചു കയറ്റി വിടാൻ പറയണം. കേരളവും നല്ലതാ, അമേരിക്കയും നല്ലതാ, എല്ലാം നല്ലതാ. എല്ലാ രാജ്യത്തിനും എല്ലാ സംസ്ഥാനത്തിനും അതിൻ്റെതായ വിശേഷതയുണ്ട്. ചിലക്ക് എവിടെയെങ്കിലും പോയി 10 പുത്തനും 2 വണ്ടിയും ഒരു വീടും കണ്ടപ്പോൾ കോവിഡ് വന്നപ്പോൾ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നല്ലോ. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ സ്വന്തം നാടാ ഈ കള്ളനെ എല്ലാം. എല്ലാ രാജ്യത്തിനും എല്ലാ സ്ഥലത്തിനും അതിന്റെ വിശേഷതയുണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഒന്ന് മോശമുണ്ട്, പിന്നെ ചിലതിന്റെ പ്രത്യേകതയുണ്ട്. അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈശിഷ്ട്യമാണ്. വിശേഷിച്ച് ഞാൻ പറഞ്ഞ കേരളം ഇതുപോലൊരു നല്ല സ്ഥലം വേറെ ഇല്ല. മറ്റെല്ലാം മോശമാണെന്നല്ല പറഞ്ഞു. പണ്ട് ഒരാൾ പറഞ്ഞല്ലേ, എൻ്റെ ഭർത്താവ് അത്ര മോശമല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എന്ത് നല്ലതാ.
ഇവിടെ എന്തുവാ ഇല്ലാത്ത ഇല്ലേ? എന്തോ സഹകരണമാണ്. ഇപ്പൊ കുറെ ദുഷ്ടന്മാരെഴുന്നേറ്റ് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിക്കുക. നല്ല രാജ്യമായി നമ്മുടെ രാജ്യമെന്ന് പഴയ ഭാഷയെ പറയാം. കേരള രാജ്യം പഴയ ഭാഷയാണ്. നല്ല രാജ്യമാണ്. എന്തും കിട്ടും. നല്ല നല്ല വായു, അത് തന്നെ വലിയ ആശ്വാസമല്ലേ. കുടിച്ചാൽ നല്ല വെള്ളം, ഗൾഫിൽ ചെന്ന് കുടിക്കാൻ പറ്റുമോ? കുടിച്ചേച്ച് ഗൾഫിൽ ചെന്നേ ഇച്ചിരി വെള്ളം വേണം, നമുക്കൊരു കിണർ വെട്ടാൻ കുഞ്ഞൻ്റെ അമ്മയെ, അത് വലിച്ചു കുടിച്ചാൽ രണ്ട് തൊലഞ്ഞ് കിടക്കും. അതേസമയം ഇവിടെ അങ്ങോട്ട് മാറി ഒരു കിണർ കുത്തിക്കുക, നല്ല വെള്ളം, ആ വെള്ളം മാത്രം കുടിച്ചാൽ മതി, ഒരാഴ്ച ജീവിക്കാം സുഖമായിട്ട്. നല്ല രാജ്യമല്ലേ. അങ്ങോട്ടിറങ്ങിയ ഒരു കുപ്പച്ചീരിയോ ഒരു എന്തെങ്കിലും ഒരു ചീരിയോ അതാണ്ട് ഓടിച്ചാൽ തോരൻ അതൊന്നും ചെയ്യത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ കുപ്പച്ചീരി അങ്ങ് കുപ്പച്ചീരി എന്ത് നല്ലതാ, എന്ത് നല്ല രാജ്യമായത്. ഇവിടെ നിന്ന് പോയവന്മാർ ചിലർ, എല്ലാവരും അല്ല കേട്ടോ, ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കേരള ഓമാർക്ക് ആർക്കും ഇവിടുത്തെ റോഡ്, പിന്നെ ഇവിടെ ഇത്രയോ മനുഷ്യൻ തിങ്ങി പാർക്കുന്നതിനിടെ ഇത്ര റോഡ് ഉണ്ടല്ലോ. ചെല്ലി പറഞ്ഞു അയ്യോ ബാംഗ്ലൂരോട് ചെല്ലണം, അവിടെ ഇവിടെ മലയാളെല്ലാം കൂടെ എല്ലാവരോടും ഒന്നിച്ചൊരു സ്ഥലത്ത് പാർക്കില്ലേ, പിന്നെ തല ഇങ്ങനെ കിടക്കുക, ഇതിലെ വേണമെങ്കിലും റോഡ് പെട്ട അതുപോലെ അന്ന് വേറണം. എനിക്ക് അലങ്കാര വർത്താനം കേൾക്കുമ്പോൾ ഇവനെല്ലാം ആകെ താമസിക്കുന്ന നാടിനോടൊരു നന്ദി വേണം. ഈ രണ്ട് മുത്തം കണ്ടെന്ന് പറഞ്ഞ് ചെമ്മീൻ ചാടും പോലെ ചാടുക. അടയാൻ നാളെ ഉണ്ടല്ലോ, നടഞ്ഞ ഞാൻ. നമ്മുടെ ഈ രാജ്യം നല്ല രാജ്യമാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, അവിടുന്ന് മരിക്കാൻ വന്നതാണ്, അത് നിവർത്തിച്ചു. രണ്ട്, അവിടുന്ന് കൂടെ പറയുമായിരുന്നു ഞാൻ മരിക്കാനാ വന്നെന്ന്. ഇതുപോലെ ഏത് നേതാവ് പറഞ്ഞു? ഇവിടെ വന്ന നേതാക്കന്മാരാരേലും പറഞ്ഞോ ഞാൻ മരിക്കാൻ വന്നതാ? ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കാണും, കൂടെ പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വാക്യമുണ്ട്, പറഞ്ഞു തുടങ്ങിയെന്ന, പറഞ്ഞു നിർത്തിയെന്നല്ല, പറഞ്ഞ് ഒരു വാക്യം ഒന്ന് വായിച്ച നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിതെല്ലാം ഉണ്ടാക്കി പറയുകയെന്ന. അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക വാക്യം തരാം വചനം തരാം. പിന്നെ നിങ്ങൾ കണ്ട മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21, നമുക്കറിവുള്ള വാക്യമാണ്, ഒന്ന് വായിച്ച് 16-21. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ദൈവദാസനെ പുള്ളിക്കാരിക്ക് ഒരു അവസരം കൊടുക്കട്ടെ, വായിച്ചതല്ലേ. ഞാൻ പാസ്റ്റർക്ക് വേറെ വാക്യം തരാം. സഹോദരി ഒന്ന് വായിച്ചേ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ഉണ്ടോ? പ്രസ്താവിച്ചെന്നല്ല. അപ്പൊ ഇതെന്നും പറയും യേശു മരിക്കാൻ വന്നതാ. പാസ്റ്ററിന്റെയും വായിച്ചേ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 21 വായിച്ചേ. 31 8:31 വായിച്ചേ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്നവരെ ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ വാക്യം രണ്ടും കണ്ടോ? രണ്ട് ഭാഗത്തും അവിടുത്തെ മരണത്തെ പറ്റി പറഞ്ഞ് തുടങ്ങി. അപ്പം മരിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയില്ല. അയ്യോ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാ, അല്ലല്ല, അന്ന് മുതൽ പറഞ്ഞു തുടങ്ങി. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഒന്ന്, അവിടുന്ന് മരിക്കാനാ വന്നത്. രണ്ട്, ഇതെന്നും പറഞ്ഞു തുടങ്ങി. വിശദീകരിക്കുന്നില്ല. 3, എങ്ങനെ മരിക്കുന്നെന്നും പറഞ്ഞായിരുന്നു. ആ വാക്യത്തിലുണ്ട് ഇല്ലേ? മുമ്പേ വായിച്ച മത്തായി 16-ന്റെ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ
പലതും അപ്പൊ നോക്കിയേ പലതും സഹിക്കും, അടിക്കും, ഉപദ്രവിക്കും, കന്നത്തടിക്കും, തുപ്പും, തല്ലും. അപ്പം ഈ വിധത്തിലാ മരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. ഇതുപോലെ പറഞ്ഞ ഏതെങ്കിലും നേതാവുണ്ടോ? ഇവിടെ മിടുക്കന്മാർ ഒത്തിരി വന്നു, ഇന്ന വിധത്തിലാ ഞാൻ മരിക്കുന്നെന്ന് ആരേലും പറഞ്ഞോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നുള്ള ഇന്ദിരാഗാന്ധി അംഗരക്ഷകന്റെ വെടിയേറ്റ് മരിക്കുക എന്ന് പുള്ളിക്കാരി പറഞ്ഞില്ല. മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നു. അദ്ദേഹം നല്ല മനുഷ്യനാ. ഇന്ന വിധത്തിൽ എല്ലാവരും എന്നെ വെടിവെച്ച് കൊല്ലുമെന്നാണോ പറഞ്ഞോ? ഇല്ല. ഞാൻ ഉദാഹരണം തന്നേ ഉള്ളൂ. ഇവിടെ വന്ന മിടുക്കന്മാരും നേതാക്കന്മാരും അലക്സാണ്ടറൊക്കെ ലോകം വെട്ടിപ്പിടിച്ചവരാ. ഞാൻ വെള്ളത്തിൽ കുളിക്കും, പനി വരും, ചാകും, അങ്ങനെ പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞില്ല. വന്നപ്പോ അത്ര തന്നെ. എന്നാൽ യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞുള്ളൂ, ഇന്ന വിധത്തിലാ ഞാൻ മരിക്കുന്നത്. അതാണ് ഈ മരണത്തിന്റെ വിശേഷത. ഒന്ന്, മരിക്കാൻ വന്നതാ. രണ്ട്, അത് കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു. നമുക്കാണെ മരിക്കുമെന്ന് പറയുന്നത് തന്നെ അത്ര നല്ലത്. മരിക്കാൻ ഇഷ്ടമല്ലല്ലോ. 12 വയസ്സുള്ള കൊച്ച്, കേട്ട കഥയാ, ഒന്നുകൂടെ പറയാ. 12 വയസ്സുള്ള കൊച്ച് കപ്പിനകത്ത് കാപ്പിയായിട്ട് വലിയ പച്ചയുടെ കൂടി വന്ന് 98 12 കാപ്പിയായിട്ട് ഇല്ല. 12 കാപ്പിയായിട്ട് ചെന്നപ്പോ 98 12 നോക്കി സങ്കടപ്പെടും. അപ്പൊ 12 ചോദിച്ചു 98 എന്തുവാ അപ്പച്ച? ഓ ഞാൻ ഓരോന്ന് ചിന്തിച്ചു. എന്തുവാ അപ്പച്ച? ഇരിക്കടാ അവിടെ, അവിടെ ഇരിക്കാൻ, അവിടെ ഇരി. നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? അതാ നീ കേക്ക്. അപ്പൊ 12 98 പറയുക. എന്തോ 12 ചോദിച്ച എന്താ അപ്പച്ച? ഞാൻ ഓരോന്ന് ചിന്തിച്ച അങ്ങോട്ടെ. എന്തുവാ അപ്പച്ച? എന്നും രാവിലെ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വല്യമ്മച്ചി അന്നാമയായിരുന്നു എനിക്കിങ്ങനെ കാപ്പി കൊണ്ടു തരുന്നത്. അപ്പൊ അവള് മരിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, ഇവിടെ കാലം കഴിഞ്ഞ് നീ ആർക്ക് കാപ്പി തരും? അപ്പൊ നിന്റെ അമ്മ സൂസമ്മ എനിക്ക് കാപ്പി കൊണ്ടു തരും. അവിടെ 2 കൊല്ലം മുമ്പ് മരിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി എനിക്ക് ആരാ കാപ്പി? 98. അപ്പം ദൈവം നിന്നെ ഒരുക്കിയപ്പോ എന്റെ ചിന്ത, നിന്റെ കാലം കഴിഞ്ഞാൽ ഇനി എനിക്ക് കാപ്പി ആരാ? 98 12 പറയാ എന്ന് പറഞ്ഞ ഇവിടുന്ന് പോകാൻ മൂപ്പിലേക്ക് യാതൊരു താല്പര്യവും ഇല്ല. നമുക്ക് മരിക്കുമെന്ന് പറയാനും ഇഷ്ടമില്ല. അത് മരിക്കുമെന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുന്നതും ഇഷ്ടമല്ല, പേടിയ. രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥന കഴിഞ്ഞ് ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുക, അച്ചാച്ചാ ഞാൻ ഇന്ന് മിക്കവാറും പോകും, നിനക്ക് വേറൊന്നും നിന്റെ നാവിന്ന് എന്ന് പറഞ്ഞ മേഴ്സി ഇത് പറയുന്നത് ബാബുവിന് ഇഷ്ടമല്ല. അലോഗ്യമൊക്കെ കാണുക, അഭിപ്രായ വ്യത്യാസം കാണുക. എന്നാലും മേഴ്സി ചാകാതിരിക്കണമെന്ന ബാബുവിന്റെ ബാബു ഇല്ലേ? പിന്നെ അല്ല, മേഴ്സിക്കും അങ്ങനെ തന്നെ. രാവിലെ ബാബു പറയുക, ഐഡി ഞാൻ ഇന്ന് മിക്കവാറും പോകും. നിങ്ങളുടെ നാമം കൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം, യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വരുത്തുന്ന ദുഷ്ട വ്യാപാരങ്ങളെ മേഴ്സി അങ്ങ് മൂക്കും. അതെന്നാ ബാബു ഇപ്പൊ പോകുന്നതിനോട് മേഴ്സിക്ക് വലിയ താല്പര്യം ഇല്ല. ഉദാഹരണമാ ഇവിടെ ഇരിക്കുന്ന ആർക്കും മരണത്തെ പറ്റി കേൾക്കുന്നതും മരിക്കുമെന്ന് പറയുന്നതും ഇപ്പൊ മരിക്കുമെന്ന് കേൾക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത, ഒന്ന്, അവിടുന്ന് മരിക്കാൻ വന്നു. 2, കൂടെ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാ. 3, ഏത് വിധത്തിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ഏത് വിധത്തിലാ? തുപ്പും, തല്ലും, ഉപദ്രവിക്കും, പീഡിപ്പിക്കും. ഇതെല്ലാം കർത്താവ് നേരിട്ട് പറഞ്ഞു. 4, ആരാണ് തന്നെ കൊല്ലാൻ മുൻകൈ എടുക്കുന്നത്? അത് യേശു പറഞ്ഞു. മൂപ്പന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഇവരതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? 5, എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വല്ലവർക്കും തീർത്ത് പറയാമോ? ഇന്നടുത്ത് വെച്ചാൽ ഞാൻ മരിക്കുവുള്ളൂ പറയാമോ? പുളിക്ക് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ആർക്കും പറയാനൊക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നടത്ത് വെച്ച് മരിക്കും, യെരൂശലേമിൽ. അതായി മരണത്തിന്റെ വിശേഷത. എന്തോ ശ്രേഷ്ഠമേറിയ മരണമാണ് നമ്മുടെ കർത്താവിന്റെ മരണം.
ഇതുപോലെ പറഞ്ഞ ആരുണ്ട്? അതാ ഈ മരണം നല്ല വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ ജനനം പോലെ വിശേഷപ്പെട്ടത് അവിടുത്തെ തിരുമരണം മാത്രമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താൻ ആ ഭാഗം വിട. അവിടുത്തെ മരണത്തിന്റെ വിശേഷത എന്താണെന്നറിയാമോ? ഈ കർത്താവ് പറഞ്ഞെടുത്തെല്ലാം ചേർത്തൊരു കാര്യം പറഞ്ഞു. മനുഷ്യപുത്രൻ മരിക്കും പറഞ്ഞ് നിർത്തിയില്ല, പറഞ്ഞെടുത്തെല്ലാം ചേർത്ത് പറഞ്ഞു, മൂന്നാം നാൾ ഉയർക്കും. നിങ്ങൾ ആ ഭാഗമെല്ലാം വായിച്ചേ, വേദപുസ്തകം മുഴുവൻ വായിച്ചു. മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം യേശു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മരിക്കുമെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, മൂന്നാം നാൾ ഉയർക്കും. ഇതുപോലെ പറഞ്ഞ ഒരു നേതാവുമില്ല. അതുകൊണ്ടാ എല്ലാവരും ശ്രേഷ്ഠനായ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർക്കും. അത് ഡേറ്റ് പറഞ്ഞു 3 ദിവസം. നമ്മുടെ ചില വിദ്വാന്മാര് ചിലര് മരിച്ചപ്പോൾ ഉയർക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ഉണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. റൈറ്റ് ഒന്ന് പറഞ്ഞ് വടലിയെല്ലാം വെട്ടിച്ച് മട്ടായതിനല്ല, നാട്ടുകാര് കളിയാക്കി. എന്നാ ഉയർപ്പിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് കലറിലോട്ട് കൊണ്ടുപോകാം. അവിടെ ചെന്നിട്ട് പറയാം, നീയോ പോയി വിശ്രമിച്ചു കൊടുക്കുക കാലാവസ്ഥ. എന്നാ പിന്നെ ഇച്ചിരി നേരത്തെ പറഞ്ഞ ചങ്ങ് വെക്കായിരുന്നു, ഒന്നുമില്ല, വണ്ണം കഴിച്ചാൽ വീട്ടിലും പോകാമായിരുന്നു. ചുമ്മാ മെനക്കേടാന്ന് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മരണം എന്നുള്ളത് ദൈവം വെച്ച വ്യവസ്ഥയാ. ഒരിക്കൽ മരിക്കുകയും പിന്നെ പാട്ട് പിടിച്ച് ഒത്തിരി എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു പറഞ്ഞെടുത്തെല്ലാം തീർത്തു പറഞ്ഞു, മൂന്നാം ദിവസം ഉയർക്കും. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അവിടുത്തെ മരണം വിശേഷപ്പെട്ട മരണമാണ്. അപ്പോൾ ഓടിച്ച് അവസാനിപ്പിക്കുക ആ ഭാഗം. ബാക്കി നാളെ നമുക്ക് ചിന്തിക്കാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാം, എല്ലാവരും രക്ഷപ്പെടാം. സുവിശേഷത്തിന്റെ വിശേഷതകളാണ് അടുത്തത്. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? എടുത്ത് വായിപ്പിക്കുന്നില്ല. മർക്കോസ് 16:15 സർവ സൃഷ്ടികളോട്. സർവ അങ്ങനെ എഴുതിയിരിക്കുന്നത്, സർവ സൃഷ്ടികളോട്. ആ പദം ഒന്ന് വായിച്ചേ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. സകല സൃഷ്ടിയോട്. അയ്യോ, അപ്പൊ ഒരു വിഭാഗത്തിൽ ഒരു ഏറിയലുള്ളവര് മാത്രമല്ല ഇത് കേൾക്കേണ്ടത്, സർവ സൃഷ്ടികളും. മർക്കോസ് 13:10 തോന്നുന്നു. ഒന്ന് വായിച്ച്. മർക്കോസ് 13:10 അതാണ് തോന്നുന്നു. സുവിശേഷം മുൻപേ സകല ജാതികളോട് പ്രസംഗിക്കേണ്ടത്. സകല ജാതികളോട് പറയണം. അപ്പൊ ഇതിന് വിശേഷതയാണ്. സർവ സൃഷ്ടികളോട് പറയണം, സകല ജാതികളോട് പറയിക്കണം സുവിശേഷം. ഈ വാർത്ത നല്ല വാർത്ത. അടുത്ത സമയം 9 ആയോ? 9:15. 9:30 നിർത്തട്ടെ. ഇന്ന് എന്തായാലും മാതം എന്ന് പറ. അതോ ഇപ്പം നിർത്തണോ? 9:30. 9. നാളെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യാ? നടത്തിപ്പുകാരൻ സാറ് ഇന്നും കാണുന്നില്ല. സാറ് ഓടിക്കാണും. സാറെന്ത് ചെയ്യും? നാളെ എനിക്ക് 7 മണിക്ക് സമയം തരണം. എന്നാ ശരിയല്ലേ? അത് മതി. അപ്പൊ 2 മണിക്കൂർ എനിക്ക് തീർത്ത് പറയാൻ ഒത്തിരി ഉണ്ട്. ഇന്ന് ഇങ്ങനെ ആട്ടെ. ഇന്ന് ലളിതമായിട്ട് എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യൻ രക്ഷപ്പെടാൻ. എന്താണ് സുവിശേഷം? വിശദീകരണമാ. ക്രിസ്തുയേശുവിന്റെ ജനനം, മരണം, ഉയർപ്പ്. നല്ല വാർത്ത. ഈ സുവിശേഷത്തിന്റെ വിശേഷത അതുകൂടെ പറയാം. ആരോട് സുവിശേഷം അറിയിക്കണം? സകല ജാതികളോടും സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. 3 സുവിശേഷത്തിന്റെ വിശേഷത. അത് 3 കാര്യം പറഞ്ഞ് നിർത്താം. ഇന്ന് നിർത്താം. ബാക്കി നമുക്ക് നാളെ സമയം ദൈവം അനുവദിച്ച നാളെ. ഇന്ന് വളരെ ലളിതമായിട്ട്. ഇന്നാളെ ഒരാൾ പറഞ്ഞു, അയാൾ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോവാണ്. അപ്പൊ അത് ഇപ്പൊ മനസ്സിലായല്ലോ, വായി വരുന്നത് എന്നതൊക്കെയാണ്. അതിനായി വായിപ്പിക്കുന്നത്. വായി വരുന്നതെല്ലാം ഇതിനകത്തുള്ളതാണ്. അതിനല്ലേ വായിപ്പിക്കുന്നേ. സുവിശേഷത്തിന്റെ വിശേഷത
അത് ഒരു 2-3 കാര്യം പറയാം. വാക്യം വായിക്കണം. സുവിശേഷത്തിന്റെ വിശേഷത. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ഉം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ഉം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ന്റെ 7-ഉം കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ഉം 5 കാര്യം പറഞ്ഞു നിർത്തുക. വിശദീകരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞു നിർത്തുക. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നന്നായിട്ട് വിശദീകരിക്കുന്നവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് വാക്യം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. സുവിശേഷത്തിന്റെ 5 വിശേഷത. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ 5 വിശേഷത. 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി എന്റെ സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന മാന്യ മിത്രമേ, അത് രക്ഷിപ്പാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. സുവിശേഷം രക്ഷിക്കുന്ന മാർഗം. 5 പൈസ കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഞാനെപ്പോഴും പറയാം, അരിയും തുണിയും മണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. നിന്റെ ആടും വേണ്ട, മാടും വേണ്ട, കാടും വേണ്ട. അങ്ങനെയാണല്ലോ ഇപ്പൊ. ഒന്നും കൊടുക്കണ്ട. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. യേശുവേ, എന്നെ രക്ഷിക്കണം, എന്റെ പാപത്തെ മോചിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ കൈവിടരുത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവ് നിന്നെ രക്ഷിക്കും. സുവിശേഷം രക്ഷിക്കുന്ന മാർഗം ഒത്തിരി വിശദീകരിക്കേണ്ടതാ, അതൊന്നും ഇന്ന് തുനിയുന്നില്ല. രക്ഷിക്കുന്ന മാർഗം രക്ഷിക്കും. 2, സുവിശേഷത്തിന്റെ വിശേഷത. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വായിച്ചോ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. 1, സുവിശേഷം രക്ഷിക്കുന്ന മാർഗം. 2, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം സമാധാനമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് സമാധാനമുണ്ട്. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ മദ്യവും മയക്കുമരുന്നുമൊക്കെ അതിനൊക്കെ അടിമപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും അയലത്തുകാർക്കും നാടിനും ദേശത്തിനുമൊക്കെ പേടി സ്വപ്നമായി സ്വസ്ഥത കണ്ടെത്തി എത്രയോ മനുഷ്യൻ തലയെ കൈവച്ച് പ്രാഗിയിട്ടുണ്ട്. ഇവൻ മുടിഞ്ഞു പോയാൽ മതി എന്ന്. എന്നുള്ളൊരു തള്ള പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ തലയങ്ങ് പോയാൽ മതി. അതൊക്കെ നല്ല മനസ്സോടെ പറയുന്നതല്ല, സടിയിട്ട് പറയുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള എത്രയോ പേരുടെ ജീവിതത്തിൽ സുവിശേഷം എത്തി. ആ വ്യക്തികൾക്കെല്ലാം സമാധാനം ഉണ്ടായില്ലേ? ഈ മൈക്ക് ഇപ്പൊ അങ്ങോട്ട് തന്നാൽ ഈ അനുഭവ സാക്ഷ്യം പറയാൻ ഒരു 10 പേരെങ്കിലും ഇവിടെ കാണും. അങ്ങനെയുള്ളവരൊന്ന് കൈ നോക്കിക്കോ. ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് ശാന്തമായിട്ടിരിക്കുന്ന സമാധാനം. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ നടുവിൽ നമുക്ക് സമാധാനം തരും. ഒരു ഭവനത്തിൽ ഈ സുവിശേഷം വന്നാൽ ആ ഭവനത്തിന് സമാധാനമാണ്. വെച്ച കഞ്ഞി കുടിക്കാത്ത എത്രയോ രാത്രികൾ കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് പേടിച്ചപ്പുറത്തെ വീട്ടിൽ പോയി ചെല്ലു കുഞ്ഞുങ്ങളെ കൂട്ടി. അതുപോലെ നല്ല ബഹളവും മദ്യപാനവും വെറുക്കും എന്ന് വേണ്ട സകല കേസുകളുമാണ്. ആ ഭവനമൊക്കെ ഇന്ന് സന്ധ്യയാകുമ്പോൾ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുക. ഇപ്പൊ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബന്ധുക്കോസുകാരുടെ വീട്ടിലൊന്നും തന്തിക്ക് അങ്ങനെ പാട്ടൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നു സന്ധ്യയാകുമ്പം എല്ലാവരുടെ വട്ടം വിട്ടിരുന്ന്. ഇപ്പൊ പിന്നെ പാട്ട് പാടും, മൊബൈലിലൊക്കെ നോക്കി പദം വന്ന് അങ്ങേയറ്റം വന്നു കഴിയുമ്പോഴാണ് പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥനയെന്ന് പോലും പറയത്തില്ല, പ്രാർത്ഥിച്ചില്ല. പിന്നെ വാ എന്ത് ബ്ലസൻ എന്ത് അപ്പം ചോദിക്കുക ബ്ലസൻ എന്ത് ചെയ്യാന്ന് മോൻ നല്ല പറഞ്ഞു. അവന് വിളികടി. അവനെ വിളിച്ച അന്ന് അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയല്ല. ബ്ലസ്സി എന്ത് ചെയ്യാൻ? അവൾ നെറ്റിനകത്തോട്ട് കയറിയതേ ഉള്ളൂ. ഇപ്പോൾ ഉടനെ ഒന്നും വരുന്ന ലക്ഷണം. മിക്ക വീട്ടിലും ഇതൊക്കെ തന്നെ. എന്നാൽ ചില വീടുകളിൽ നല്ല കുടുംബ പ്രാർത്ഥനയുണ്ട്.
ആ വീടുകളിൽ സമാധാനമുണ്ട്. സുവിശേഷം എന്ന വീടുകൾക്കൊക്കെ സമാധാനമാണ്. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. സമാധാനത്തിന് ഒത്തിരി വിശേഷത കൊണ്ട് നിർത്തുക. ഒന്ന്, ഈ സമാധാനം നമുക്ക് ദൈവത്തോട് സമാധാനമായി. ഒരു കാലത്ത് നമുക്ക് ദൈവത്തോട് സമാധാനമില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. ദൈവം നമുക്ക് ശത്രുവല്ല, നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു. എന്നാൽ ആ ശത്രുത മാറ്റി തന്ന് ദൈവത്തോട് നമ്മെ സമാധാനപ്പെടുത്തിയ മാർഗം ആ സുവിശേഷം. അതിന് ഒരു വേദ പഠിതാവ് കൊടുത്തിരിക്കുന്ന ഒരു 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 പ്രയോഗം, യേശു ക്രൂശിൽ കിടക്കുക, രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നു, മുഖത്ത് രോമമെല്ലാം പിടിതെടുത്ത് രക്തം ഒഴുകുന്നു, മുൾക്കിരീടധാരിയായി മുള്ളടിച്ചിറങ്ങി കണ്ണ് വെളിയിലോട്ട് തള്ളി, പ്രാണവേദനയെ അതിവേദന കൊണ്ട് പൊളയുക, രക്തം ഒളിച്ചിറങ്ങുക. ഈ സമയത്തും ഒരു ചിന്തകന്റെ, ഒരു വേദപഠിതാവിന്റെ ഒരു അഭിപ്രായമാണ്. ഞാനും അതിനോടൊന്ന് യോജിക്കുക. ഉപദേശമല്ല, ഒരാശയമാണ്. എനിക്ക് നിങ്ങൾക്കും ദൈവത്തോട് അടുക്കാനൊക്കത്തില്ലായിരുന്നു, ശത്രുക്കളാകരുന്നു നമ്മൾ. ദൈവത്തോടോ ദൈവസഭയോടോ ദൈവിക കൂട്ടായ്മയോടോ ഉപദേശത്തോടോ ആരാധനയോടോ ഒന്നും അടുക്കാൻ പറ്റാത്ത നമ്മുടെ പ്രവർത്തികൾ നിമിത്തം നമ്മുടെ ജീവിത ചൈന കൊണ്ട് ശത്രുക്കളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു കാൽവറിയിൽ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, ഒരു കൈ ദൈവത്തെ പിടിച്ചു, ഒരു കൈ പാപിയായ എന്നെയും നിന്നെയും പിടിച്ചു. അതിന്റെ നടുക്ക് യേശു നിന്നേച്ച് അവൻ ശത്രുക്കളായിരുന്ന എന്നെയും നിന്നെയും ദൈവത്തോട് നിരപ്പിച്ച് സമാധാനമുണ്ടാക്കി. ഒന്ന്, ദൈവത്തോട് സമാധാനം. ആ ദൈവത്തോട് സമാധാനം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എന്റെ ദൈവമേ എന്നാ വിളിക്കുന്നേ, ഇല്ലേ? പണ്ടൊക്കെ നമ്മൾ വിളിക്കുമായിരുന്നു ചിലരെ, ഇപ്പോഴും അങ്ങനെ വിളിക്കുന്ന ചില പൊട്ടന്മാരുണ്ട്. പ്രാർത്ഥിക്കാൻ നേരം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, വേണ്ടി പോകരുത്. പിതാക്കന്മാരുടെ ദൈവം എന്ന് വിളിച്ചാൽ പുള്ളി വരും, വേക്കുട്ടി എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. വേറൊരു പുള്ളി വരും, മനസ്സിലായി കാണും. അവരെല്ലാം വന്ന് ചോദിക്കും, വേക്കുട്ടി എന്തിനാ വിളിച്ച. പിന്നെ തള്ള ഇരുന്ന് ശാസിക്കണ്ട, യേശുവിന്റെ നാമ ദുഷ്ടവ്യാപനാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും കയറി പറയരുത്. പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എന്റെ ദൈവമേ. നേരിട്ട് വിളിക്കാമല്ലോ. ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ വേണ്ടെന്ന് യേശു ഉണ്ട്. ഒരമ്മയും വേണ്ട, ഒരു തിരുമേനിയും വേണ്ട, ഒരു പുണ്യാളനും വേണ്ട, അന്തർയോസും വേണ്ട, ഈവർഗീസും വേണ്ട, അവൻ സ്വോത്രം മറ്റല്ല മറിയോ വേണ്ട, മറ്റേ മറിയം വേണ്ട, അമ്മ മറിയം വേണ്ട. നടുക്കൊരു മധ്യസ്ഥനുണ്ട്, അത് യേശു ക്രിസ്തു. ശത്രുക്കളാകുന്ന എന്റെ കൈക്കും അവിടുന്ന് പിടിച്ച് ദൈവത്തിന്റെ കൈക്കും പിടിച്ച് ഇടയ്ക്ക് നിന്ന് രക്തം ചിന്തി എന്നെയും അവൻ ദൈവത്തെയും കൂടെ യോജിപ്പിച്ച് ബന്ധിച്ചിപ്പം സമാധാനമായി. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ ഒരു പാട്ട് പാടുകയല്ലേ. ഇപ്പോൾ ആ പാട്ടൊന്നും അങ്ങനെ പാടുന്നില്ല. ഇപ്പോൾ എല്ലാം വേറെ പാട്ടുകളായി. ഇവര് പിന്നെ ഞാൻ കേട്ടില്ല പാട്ട്, നോക്കട്ടെ നാളെ. അതിന് മുമ്പേ പാടിയ പാട്ട് നല്ലതായിരുന്നു. ഒരു പാട്ട് പാടുകയല്ലേ നമ്മള്, എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലവൻ എന്നാലുമേ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ. അത് ശബ്ദം നിർത്ത്, പാടുന്നുണ്ടോന്ന് കേക്കട്ടെ. പാട്. ദൈവം അച്ചായന് ദീർഘായുസ് തരട്ടെ. പേരെന്തുവാ? ഫിലിപ്പച്ചായന്. നാട്ടിലെവിടാ വീട്? അതെന്റെ അറിയാനുണ്ട്. പച്ചക്കുളത്തെയാണോ? ആരേലയാണോ? കുന്നേലയാ? അറിയാം. കൊച്ചി കുടുംബം അല്ലയോ? ആയിക്കോട്ടെ, എന്നെ കണ്ടേച്ചേ പോകാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമുക്ക് സമാധാനം ഉള്ളത് കൊണ്ട് നമ്മൾ പാടുന്ന എൻ ദൈവം നല്ലവൻ. പണ്ട് നമുക്ക് അടുക്കാനൊക്കത്തില്ലായിരുന്നു. വേറൊരു പാട്ടുണ്ട്, CSIയിലൊക്കെ പാടുന്ന, പാടാൻ വയ്യ എന്നാലും വരി ഇതാ, എൻ രക്ഷക എൻ ദൈവമേ നിന്നിലായ
നല്ല പാട്ടാ. നാളെ പാടാം. ഇന്ന് സിദ്ധിക്കെല്ലാം ഒപ്പിച്ചു വരുന്നുണ്ട്. നാളെ സിദ്ധിക്കേ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ദൈവത്തോട് സമാധാനത്തിന്റെ സുവിശേഷമാണ്. മാത്രമാണോ വേറൊരു വാക്യമുണ്ട്, അതുകൂടെ പറഞ്ഞു 9:30 ആയോ? എന്നെ മിണ്ടായിരിക്കുന്നു. ഇന്ത്യയിലെ ഞാൻ വല്ലതും പറഞ്ഞു, അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വല്ലതും തിരിച്ചു അതായിരിക്കും ഉണ്ടാവില്ല. ഇപ്പം ദൈവത്തിന് മഹത്വം. ഒന്ന്, ശത്രുക്കളാകുന്ന എന്നെയും ദൈവത്തെയും അല്ലെ നമ്മളെ ദൈവത്തെയും സമാധാനത്തിലാക്കി. ഏതാ? സുവിശേഷം. സമാധാന സുവിശേഷമാണ്. മാത്രമാണോ ഇങ്ങനൊരു വാക്യമുണ്ട്, ദൂരത്തായിരുന്ന നമ്മളെയും സമീപസ്ഥനെ തമ്മിൽ ഒന്നിപ്പിച്ചു. സുവിശേഷം സമാധാനമാക്കി. ആരാ? ഈ ദൂരത്തിരുന്നവര് സമീപത്തിരുന്നവര്. അത് പറയാം, ദൂരത്തിരുന്നവരാണ് നമ്മളെല്ലാരും. സമീപസ്ഥന്മാര് യഹൂദന്മാര്. യഹൂദന്മാർക്ക് ഒരു അഹങ്കാരമുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ ഞങ്ങൾ ദൈവത്തിന്റെ അടുത്തായിരിക്കണം, ഇവന്മാരെ പോലെ ഉള്ളുകലാത്തോന്മാര്. യഹൂദൻ. ഒരു വാക്യം വായിച്ചു, ഇരിപ്പ് കണ്ടപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരെ പറയാം, എന്നാലും പറഞ്ഞു ഞാൻ യഹൂദനാണ്. വേറൊരു പൊട്ടം പറഞ്ഞു ഇത് യഹൂദ രക്തമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും വേണ്ടി പോകട്ടെ, എൻ്റെ ഊളം വർത്താനം എൻ്റെ ഇടയ്ക്ക് വന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ജോർജ് കുട്ടി, ഇനി യഹൂദനാണെന്ന് നീ ഇന്ന് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ ആരോടും. അവനെന്ന് പറയാം, ഞങ്ങൾ യഹൂദന്മാരാണ്. പണ്ടൊരു സഭയിൽ ചെന്നപ്പോൾ ഞാനും ഉണ്ട്, വേറെ ദൈവദാസനുമുണ്ട്. ആർക്കും സാക്ഷ്യത്തിന് സമയമില്ലെന്ന് അവിടുത്തെ ലോക്കൽ പാസ്റ്റർ പറഞ്ഞു. ഞാനും അദ്ദേഹം ഉള്ളതുകൊണ്ട് എന്നാലും ആ വിടുതൽ കിട്ടിയവർ പറയാൻ പറഞ്ഞപ്പോൾ ഒരു തള്ള എഴുന്നേറ്റ് പറയുക, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഞാനൊരു യഹൂദ സ്ത്രീയാണ്. തുരുത്തിക്കാട് നടന്ന സംഭവമാണ്. അവിടെ തുരുത്തിക്കാട് ബന്ധുക്കാർ വല്ലതും കാണും, ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞ കാര്യമല്ലോ. തള്ളയുടെ പേര് തങ്കമ്മ എന്നാണ്, തോട്ടത്തിൽ തങ്കമ്മ. ക്ലിയറാക്കിയില്ല, പറഞ്ഞത് തന്നെ ഉള്ള കാര്യമാണ്. നല്ല ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ യഹൂദന്മാരാ, വിശേഷിച്ച് ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാണ്. ഈ വട്ട് കേസ്. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല, പ്രായമുള്ള നല്ലതല്ലേ, നമ്മൾ മോശമല്ലേ പറയുന്നത്. പക്ഷെ എൻ്റെ കൂടെയുള്ളത് ഇവരവസം സീനിയറാ, പേര് പറഞ്ഞാൽ അറിയും, ഇപ്പം പറയുന്നില്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഉള്ളത് കൊണ്ട് ഞാൻ പ്രസംഗിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന്, എനിക്കറിയാം പുള്ളി നല്ല ശരിക്കും പിടിച്ചോളൂ വന്നു. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ ആരും പറയാനില്ല. ഇപ്പം ഞാൻ ഓർത്തു, ദൈവം ചെയ്ത ഉപകാരം പറയാൻ ആരും ഇല്ലാതായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരമ്മ സാക്ഷ്യത്തിന് എഴുന്നേറ്റപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ദൈവം ചെയ്ത ഉപകാരം പറയാൻ ഒരമ്മയെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ എഴുന്നേറ്റപ്പം മനസ്സിലായി, ആകാശിന് ബോധമുള്ള നല്ലതല്ലോ ഇതെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. പിന്നെ പുള്ളി ശരിക്കും കാര്യം പറഞ്ഞു. അപ്പൊ യഹൂദനാന്ന് പറയണ്ട, കാരണം യഹൂദന്റെ കുഴപ്പടി ഒത്തിരി ഉണ്ട്. ഒന്ന് വായിച്ചോരും, ഇത് വായിച്ചങ്ങ് പോകാം, ഇത് ചിന്തിച്ചു പോക്കോ. അപ്പൊ പിന്നെ നാളെ യഹൂദനാന്ന് പറയത്തില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം എടുത്ത് വായിച്ചു നിർത്തുക. 2-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ച് യഹൂദന്റെ കുഴപ്പടി ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. യഹൂദരെ കർത്താവാകുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല രക്ഷികളായവന്മാര്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും, പിന്നെ ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും, സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഓടിച്ചവന്മാരും, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവന്മാരും, സകല മനുഷ്യർക്കും വിരോധികളും, സകല എണ്ണത്തിനും വിരോധികളും, ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് അവരോട് പ്രസംഗിക്കുന്ന അത് വിലക്കുന്നവന്മാരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജോർജൂട്ടി ഇനി മിണ്ടി പോകരുത്, ഇനി ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. ഈ വാക്യം നടക്കും. യഹൂദനാന്നിനി ഇത്രയ്ക്ക് കൊള്ളുവരാത്തവന്മാരാ. ഞാൻ എഴുതിയതാണോ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. നിങ്ങളുടെ ഇരിപ്പുണ്ട്. അയാൾ മനഃപൂർവ്വം ഈ വാക്യം എഴുതിക്കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടല്ലേ വായിപ്പിച്ചേ. ഈ യഹൂദന്മാർക്ക് ഒരു അഹങ്കാരമുണ്ട്, ഞങ്ങൾ സമീപസ്ഥരാ, ദൈവത്തിന്റെ അടുത്ത ആളാ. പക്ഷെ ഇവന്മാര് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാ. ഞാനും നിങ്ങളും ദൂരസ്ഥരാ. അപ്പൊ ദൂരസ്ഥരാകുന്ന എന്നെയും നിങ്ങളെയും സമീപസ്ഥരായ യഹൂദന്മാരെയും കാൽവറിയിൽ യേശുവിന്റെ മരണത്തോട് ഒന്നിച്ച് സമാധാനത്തിലാക്കി.
സുവിശേഷം സമാധാനം തരുന്ന മാർഗമാ. ഇന്ന് രാത്രി ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കടന്നുവന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 5 കാര്യം, അത് 2 കാര്യം പറഞ്ഞു. ബാക്കി 3 കാര്യവും എടുത്ത വാക്യത്തിന്റെ ശേഷമുള്ള കാര്യവും ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. ഇന്ന് രാത്രി കൂടപ്പെട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളാകുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് തിരിച്ചു പോകുമ്പോൾ ചിലർ പറയും ഒന്നും ബലപ്പെട്ടില്ല, ഒന്നും ആരാധിച്ചില്ല. പക്ഷേ ഇന്ന് രാത്രി സുവിശേഷത്തിന് ചില സത്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വ സൃഷ്ടികളും സർവ്വജാതികളും. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഇത് സന്തോഷം തരുന്ന മാർഗമാ, ഇത് സമാധാനം തരുന്ന മാർഗമാ. മാത്രമാണോ ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ വന്ന് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടി നമുക്കങ്ങ് വരിക. ആയിരങ്ങൾ 10,000 ഇതാ പാപത്തിനാഴത്തിൽ വീണു. ആയിരങ്ങൾ 10,000 പാപത്തിനാഴത്തിൽ വീണു. ആയേറുവാൻ കാരാകാണ നേടിടാം സ്നേഹം ഓടിയാൽ പോർക്കളത്തിൽ നാം പൊരുതുക. പോയിടാം സുവിശേഷം പോയിടാം സുവിശേഷം ഓദിന നാടെങ്ങും അനന്ത പ്രിയരെ, നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു അപകടമൊക്കെ ഉണ്ടായി. ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് മറ്റു കുഴപ്പമൊന്നും വന്നില്ല. കൈകിൽ മുറിഞ്ഞ് 3-4 സ്റ്റിച്ചിട്ടെന്നേ ഉള്ളൂ. ദൈവം സൂക്ഷിച്ചു. ശക്തമായ പോരാട്ടങ്ങൾ അറിയാമല്ലോ, പറയണ്ടല്ലോ. ആ നിലയിലൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും ചോദിക്കുന്നു. നാളെയും അവിടുന്ന് അനുവദിച്ചാൽ നമുക്ക് ഒന്നിച്ചു കൂടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ട തിരുവചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സുവിശേഷത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഇന്ന് രാത്രി കാലം നമ്മെ എല്ലാവരെയും അറിയിച്ചു. നമുക്ക് ഒരുമിച്ച് കേട്ട വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കാരപ്പുറം IPCയിലെ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം എന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. സ്വർഗീയ മഹത്വം വെടിഞ്ഞിട്ടാണ് ലോകത്തിൽ വന്ന് കർത്താവേ, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവയെ മരിച്ചടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് മഹത്വത്തിൽ ജീവിക്കുന്ന കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷത്തെ കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളുടെ വിലപ്പെട്ട ദാസിൽ കൂടെ കേൾക്കുവാൻ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്താൽ ലഭിച്ച ദിവ്യ സമാധാനത്തിനായി ദൈവത്തോടുള്ള നിരപ്പിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ദാസന് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടങ്ങളിൽ വലിയ ഭാരമുണ്ടാകാതെ സർവശക്തനായ ദൈവം കാത്തതിനായി സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തന്റെ കരം പിന്നെ
അനുകൂലമായിരിക്കണമേ. കടന്നു പോകുന്ന ദൈവജനത്തിനായി സ്തോത്രം. യാത്രയിൽ കൂടെ സഹായിക്കണമേ. നല്ല ഗാനങ്ങൾ പാടിയ കൊയറിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്തൃദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നാളെ രാത്രി നടക്കുന്ന സുവിശേഷ യോഗത്തിനായി സ്തോത്രം. അങ്ങനെ ദാസൽ കൂടെ ഐശ്വര്യമായി ദൈവവചനം ഗ്രഹിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാം ഈ യോഗം ലീഡ് ചെയ്ത ദൈവദാസനായ സ്തോത്രം. എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമാധാനത്തോടെ അയച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. കർത്താവിനോട് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും വാഴ്വും അനുദിന ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥന എല്ലാ വിഷയങ്ങളോടും ഈ വചനം കേട്ട സകലരോടും നമ്മെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഈ രാത്രി ജയം തന്ന ദൈവം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ രാത്രി കാലം വചനം നൽകിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ഉള്ളതാകുന്ന നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവജനം ശുശ്രൂഷയുടെ മുഖത്ത് കടന്നു വന്ന് സഹകരിച്ച എല്ലാ ദൈവദാസന്മാരോടും നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെയും ശ്രദ്ധയ്ക്കായിട്ട് നാളെ 6 മണിക്ക് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുന്നതായിരിക്കും. കർത്തൃദാസൻ തന്നെ നാളെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വന്ന് അവരവരുടെ സീറ്റുകളെ കൈവശമാക്കുക. പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് ഉണ്ട്. മുറ്റത്തെ കൺവെൻഷൻ 2026 ഫെബ്രുവരി 16, 17 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പുല്ലഞ്ചേരി യുവാഞ്ചലിക്കൽ ചർച്ച് അച്ഛൻ കുഞ്ഞ് തരിക്കുന്നേൽ ഭവനാങ്കണത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഉദ്ഘാടകൻ ഈശോ മാത്യു, പ്രസംഗികൻ പാസ്റ്റർ ബിജു CS കൊച്ചി, പാസ്റ്റർ ഇബി തോമസ് ചെന്നൈ. ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സുവിശേഷ യോഗങ്ങളിൽ പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നുപോയി സംബന്ധിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി നാളത്തെ യോഗം 6 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കും. എല്ലാവരും നേരത്തെ കടന്നു വരുവാനായിട്ട് താല്പര്യം കാണിക്കുക. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ